ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ കഴിഞ്ഞ ദിവസമെടുത്ത സബ്ജക്റ്റിന്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. So today I'm going to continue to meditate the portion from where we stopped yesterday. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ നിക്ഷേപമാണ് എന്ന് നമ്മൾ കണ്ടു. In the book of Malachi we have seen that we are the treasure of God. ദൈവത്തിന്റെ നിക്ഷേപത്തെ ദൈവം സൂക്ഷിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന നിക്ഷേപത്തെ നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. Paul said in the book of Acts that God has given the treasure which is the Holy Spirit that is within us to keep. അതിന്റെ അർത്ഥം നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ രണ്ട് നിക്ഷേപം ഇരിക്കുന്നു. It means that there are two treasures lives within us. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടത്, ആദിമ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ നിലത്തെ കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി ദൈവത്തെ തന്നെ ആ കളിമൺ പ്രതിമയിലേക്ക് നിക്ഷേപിച്ചു. God created the man from the clay and then he placed himself within that man. അതുകൊണ്ട് തന്നെ ആദാമിൽ വന്നത് ദൈവത്തിന്റെ മനസ്സാണ്, ആദാമിൽ വന്നത് ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായി. So yesterday we learned that the spirit and the soul which was within the Adam was God. അങ്ങനെ ദൈവത്വം നിറഞ്ഞ ആദാമിനെയും ഹവ്വയെയും ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവമാക്കി വെച്ചു. And God placed Adam and Eve in the garden of Eden. ദൈവം അവർക്ക് 7 അനുഗ്രഹങ്ങളും 2 കൽപ്പനകളും ദൈവത്തിന്റെ 2 ഉദ്ദേശങ്ങളും കൊടുത്തതായിട്ട് ഇന്നലെ നമ്മൾ കണ്ടു. And he has given 7 blessings and 2 commandments to them. അവർ സന്തോഷമായി ആ തോട്ടത്തിന്റെ അകത്ത് ജീവിച്ചു വന്നപ്പോൾ കാവലിൽ വീഴ്ച വരുത്തിയ മനുഷ്യൻ പിശാച് അകത്ത് കിടന്ന് ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യം, അവനിലുള്ള ദൈവത്തിന്റെ അംശത്തെ നഷ്ടപ്പെടുത്തി അവൻ തോട്ടത്തിന്റെ പുറത്തേക്ക് പോയി. But when the devil entered into the garden of Eden, and then the man who was made by the image and the creation of God is destroyed. എന്നാൽ തോട്ടത്തിന്റെ പുറത്തു പോയ മനുഷ്യൻ സദാകാലവും തോട്ടത്തിന്റെ പുറത്ത് വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. But God didn't want the people, Adam and Eve to live outside of garden of Eden all the time. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് പ്രവചനം നടത്തി, ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ വരുമെന്ന്. So God had made a prophecy that God itself will come as a man in this earth. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. And God has sent his own son to this earth. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് കാൽവറിയിൽ മരിച്ചപ്പോൾ ഒരു സന്തതി ഉണ്ടായി, ഒരു പെൺകുട്ടി ഉണ്ടായതായിട്ട് ഇന്നലെ നാം ചിന്തിച്ചു. Yesterday we meditated that after the crucifixion of Jesus Christ there was a birth occurred, a baby girl was born. പെൺകുട്ടി എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി, അത് പെൺകുട്ടിയാണ് എന്നുള്ളതിന് ഉറപ്പെന്താണെന്ന്. What is the surety that it's a baby girl? അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ, അവൾ എന്ന പദപ്രയോഗമാണ് പൗലോസ് കൊടുത്തിരിക്കുന്നത്. It was written the word she. ആ ജനിച്ച കുഞ്ഞ് വളർന്നു വന്നപ്പോൾ മണവാളന് കാന്തയായിട്ട് നിൽക്കുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. In the book of Revelation we can see that girl, when she grew up, she is preparing to marry his groom. അങ്ങനെ കാൽവറിയിൽ ജനിച്ച കുഞ്ഞിനെ ദൈവം തോട്ടത്തിന്റെ അകത്തേക്ക് പുനർസൃഷ്ടിച്ചു, ആ തോട്ടത്തിന്റെ അകത്തേക്ക് ആക്കി വെച്ചു. And God placed that girl in the place of the garden of Eden. ഇന്നും ദൈവത്തിന്റെ 2 കൽപ്പനകളും ദൈവത്തിന്റെ 2 ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ 7 അനുഗ്രഹങ്ങളും സഭയാകുന്ന തോട്ടത്തിന്റെ അകത്ത് ദൈവം നൽകി. And now God has given that responsibility to the church, which is the garden of Eden now, and he has given that 7 blessings, 2 commandments and 2 purposes. ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിത്യജീവന്റെ ഉടമസ്ഥരാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. And we did meditate that everyone within the church who will have the ownership of the kingdom of God. അവർ ഈ ലോകത്തിലേക്ക് കർത്താവ് സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ദ്രവത്വമുള്ളത് മാറി അദ്രവത്വമായത് പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. And we also meditate that when he comes down in the second time we will be taken to him. സഭയ്ക്ക് ഉപദ്രവത്തിലൂടെ ദൈവത്തിന്റെ തേജസ്സാകുന്ന വസ്ത്രം ലഭിക്കുമെന്ന് 2 കൊരിന്ത്യർ 4:17 നമ്മൾ ചിന്തിക്കുകയുണ്ടായി. In the book of Corinthians we meditate that we will have the glorifying dress for the church. 1 യോഹന്നാൻ 3:2 ദൈവത്തോട് സാദൃശ്യമുള്ളവരായി നാം മാറ്റപ്പെടുന്നു
എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുകയുണ്ടായി. And we also saw that we will be similar to God. 2 കൊരിന്ത്യർ 3:17 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുമെന്ന് വായിക്കുന്നു. And we will be transformed to the same image of God. സഭയ്ക്കകത്ത് നിൽക്കുന്ന നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. ദൈവത്തോട് സംസാരിക്കുവാൻ ഒരു ഭാഷ നൽകി. ആ ഭാഷയുടെ പേരാണ് അന്യഭാഷ. We have the fellowship with the God, and He has given a language for us that is called tongue. അപ്പൊ സഭയ്ക്കകത്ത് ഈ 7 അനുഗ്രഹങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. And God has given the 7 blessings to the church. ദൈവത്തിന് 2 കൽപ്പനകൾ ഈ തോട്ടത്തിന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. And He has given 2 commandments for us. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകണം. You have to multiply with the generation. ദൈവസഭയ്ക്കകത്ത് ആത്മിക ജനറേഷന് നമ്മൾ ജന്മം കൊടുക്കുന്നവരാകണം. We have to give the birth for the spiritual generation. ഓരോ വർഷങ്ങളിലും ആത്മിക തലമുറകളെ നമ്മൾ ദൈവസഭയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഉത്സാഹിക്കുന്നവരായിരിക്കണം. We have to bring the souls to the church every day. ഈ ലോകത്തിന്റെ അകത്ത് പാപമുണ്ട്. പാപം ചെയ്യാതെ വണ്ണം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. In this world is filled with the sin, but we have to protect from the sin. ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ജീവിക്കുന്നു എങ്കിൽ ദൈവികമായ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ദൈവം നൽകി തരും. If we recognize about the world and recognize about ourselves, then God will bless all, give all the blessings to us. ദൈവത്തിന്റെ മനസ്സിനെയും ദൈവത്തിന്റെ ആത്മാവിനെയും കളിമൺ പ്രതിമയ്ക്കകത്തേക്ക് കടത്തിവിട്ടപ്പോൾ അവൻ ലിവിംഗ് സോളായി ജീവനുള്ള ദേഹിയായി മാറി. When God has given His spirit and soul, and He placed that in the image of the which was made by the clay, and that became alive. ഇന്നലെ പകൽ നമ്മൾ ചിന്തിച്ചതെല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. Yesterday we discussed about the features of the mind. ഒരു മനുഷ്യന്റെ പേര് അവന്റെ മനസ്സിനാണ് നിലനിൽക്കുന്നത്. A person's name will remain in his mind. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. Paul said in the word of God that if one who say in his flesh, and if he do good, and then he will get the reward according to it, if he does bad, and then he will get the reward according to that. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, എന്റെ ശരീരത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്റെ മനസ്സാണ്. Yesterday we learned that the mind made the body to work. അതിലെ ആ വാക്യത്തെ ഞാൻ ഇങ്ങനെ പറയാം, മാത്യു കുര്യനായി ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും മാത്യു കുര്യൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ ചെല്ലണം. For example, me, the Matthew Kurian, if I do the bad thing and then I have to get the reward according to it. If it is opposite, I have to get the reward according to it. അതുകൊണ്ട് തന്നെ മാത്യു കുര്യന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തുവാൻ മാത്യു കുര്യന്റെ മനസ്സിന്റെ മേൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങും. Devil can tempt on his mind that to destroy his eternal life. അതാണ് ഇന്നലെ 2 കൊരിന്ത്യൻസ് 11:3 നമ്മൾ വായിച്ചത്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിനെ തെറ്റിച്ചു കളയുവാൻ പിശാച് പ്രവർത്തിക്കുന്നു. The devil tempted Eve and Adam, came as a serpent to destroy their eternal life. ഇന്ന് ഈ പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം, ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ അകത്ത് പിശാച് കടക്കുവാൻ നമ്മൾ ഇടം കൊടുക്കരുത്. So we should not let the devil to come inside the mind to destroy our life. ഒന്നാമത്തെ പ്രത്യേകത, എന്നോട് തന്നെ ബന്ധപ്പെടുവാനുള്ള എൻ്റെ മനസ്സിനെ പിടിക്കുവാൻ പിശാച് വരും. The devil will come to hold the mind. ഇനി രണ്ടാമത് ആത്മാവാണ്. The second thing is the soul. ആത്മാവിനെ 3ആയിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. We can divide the soul as 3 types. ഒന്ന് ദൈവത്തിന്റെ ആത്മാവ്. The first one is the spirit of God. രണ്ടാമത് മനുഷ്യന്റെ ആത്മാവ്. The second thing is human spirit. 3 പിശാചിന്റെ ആത്മാവ്. The third one is the devil's spirit. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ അകത്ത് ഒന്നെങ്കിൽ ദൈവാത്മാവ് പരിവർത്തിക്കും, ഇല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവ് പരിവർത്തിക്കും. In a man, either the Holy Spirit or the devil's spirit will walk on it. ഇന്ന് പകൽക്കാലം നമ്മൾ അത് തിരിച്ചറിയണം. Today you have to recognize it. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മനുഷ്യാത്മാവ് വിശുദ്ധമായിരിക്കും.
The Holy Spirit which dwells in a man, that is holy. ഒരു മനുഷ്യനിൽ പിശാചിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ അവൻ അശുദ്ധനായിരിക്കും. If a man who lead by the devil spirit and he is unholy. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. That's why Jesus said you can recognize the tree according to its fruit. നമ്മൾ ദൈവസഭയ്ക്കകത്ത് സമൂഹത്തിൽ കൊടുക്കുന്ന ഫലങ്ങളാണ് നമ്മൾ ആത്മീകനാണോ ജഡീകനാണോ പ്രാകൃതനാണോ എന്ന് നമ്മളെ തന്നെ തെളിയിക്കുന്നത്. The fruits which you produce to the community will tell you you are a spiritual man or a material man. പ്രിയരെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കണമെന്നുള്ളതാണ്. God wants us to produce the spirit of God. ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് In a man, when the Holy Spirit start to work, അവൻ കേൾക്കപ്പെടുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. according to the word which he listened. ഒരു മനുഷ്യന്റെ മനസ്സിനെ ദൈവവചനം സ്വാധീനിക്കുവാൻ ഇടവരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. The Holy Spirit is the one who influence a person to listen the word. അതാണ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവാത്മാവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. That's why it is written about the Holy Spirit which will help to know the truth and the judgment. മനുഷ്യന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാൽ മനുഷ്യന്റെ ആത്മാവിന് മൂന്ന് വിധ ജോലിയുണ്ട്, മൂന്ന് പ്രവർത്തനങ്ങളുണ്ട്. There are three tasks which a human spirit can do. അതിലൊന്നാണ് ആത്മിക ബന്ധം എന്ന് പറയുന്നത്. One of them is the spiritual relationship. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഓടിച്ചു പോകുകയാണ്. As we don't have much time, we are going fast. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നത് നമ്മുടെ ആത്മാവുമായിട്ട് ദൈവത്തിന് ബന്ധമുള്ളത് കൊണ്ടാണ്. The Spirit of God works with the human spirit because God has the connection with us. ഒരു മനുഷ്യന് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തത് ദൈവത്തോട് ബന്ധപ്പെടാനാണ്. God has given his spirit to man because he wants the man to connect with him. അതുകൊണ്ടാണ് കയീനോട് ദൈവം പറഞ്ഞത്, നിന്റെ അനുജനായ ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. That's why God said to Cain that your brother's blood is crying to me. അപ്പോൾ ആത്മാവ് ദൈവത്തോട് നിലവിളിക്കും. So it means that the spirit can cry to God. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ആത്മാവിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് സദാസമയവും വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God wants his spirit to dwell in your heart all the time in your life. എവിടെയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മളിലേക്ക് സ്വയം കടന്നു വരും. If the spirit of God moves away from you, then you will feel the selfishness. അവിടെ ആണ് നമ്മൾ ബലഹീനരായി മാറുന്നത്. That is the time you weak. നമ്മുടെ സ്വയത്തെ മാറ്റാൻ ദൈവം നമുക്ക് ശൂലം നൽകും. And God can give sickness for you to remove yourself. വിശ്വാസത്തിൽ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വിട്ടുമാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ സ്വയം നിൽക്കുന്നു എന്നുള്ളതാണ്. If you still have the sufferings in your life after you receive the Holy Spirit and after you accept Jesus, then it means that somewhere you have the possessness. അപ്പോസ്തലനായ പൗലോസിനെ തന്നെ നമുക്കൊന്ന് എടുത്ത് പഠിക്കാം. We can take it as an example of Paul. പൗലോസ് ദൈവത്തിങ്കിലേക്ക് വന്നിട്ട് പൗലോസിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവുള്ളവനല്ല എന്നുള്ളതായിരുന്നു. Paul, after he came to Jesus and then he made a statement that I'm not smaller than an apostle. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂട്ടത്തിൽ നടന്ന യോഹന്നാനെ കഴിഞ്ഞും പത്രോസിനെ കഴിഞ്ഞും ഞാൻ ഒട്ടും പുറകോട്ടല്ല, അവരെ കഴിഞ്ഞും ഞാൻ ഒരു പടി മുൻപിലാണെന്നുള്ള ഒരു ചിന്ത പൗലോസിനെ ഭരിച്ചു. And Paul had a thought that he is greater than his and Jesus' disciples. ആ പൗലോസിന്റെ മേൽ ദൈവം ഒരു ശൂലത്തെ നൽകി. And God has given a sickness to Paul. പൗലോസ് പല പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, ആ ശൂലം എന്നിൽ നിന്ന് മാറ്റിക്കളയണമെന്ന്. And Paul asked to God that can you take away this the sickness from me. പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസേ, ശൂലം ഞാൻ മാറ്റത്തില്ല, മറിച്ച് ആ ശൂലത്തെ നിനക്ക് സഹിക്കാൻ എൻ്റെ കൃപ നൽകാം.
But God said, I'm not going to take your sickness away, but my grace will be sufficient for you to overcome. പൗലോസ് മരിക്കുന്ന സമയം വരെ പൗലോസിനെ വിട്ട് ശൂലം മാറിയില്ല. പക്ഷേ മരിക്കുന്ന സമയം വരെ പൗലോസിന്റെ മേൽ ദൈവകൃപ കൂടെയിരുന്നു. He had that sickness until he died, but the grace of God was with him until the last breath of him. അതിനുശേഷം പൗലോസ് എടുത്തു പറയുന്ന പദപ്രയോഗം ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിൽ ആകുക എന്നുള്ളതാണ്. And the later the statement which Paul made, that you have to be in Christ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. In 2 Corinthians chapter 12, Paul made a statement that I know a person who is in Christ. അവൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. And he has taken up to the third heaven. ഞാൻ പൗലോസിനോട് ചോദിച്ചു, ആരാ പൗലോസ് അത്? Who is that person? പൗലോസ് പറഞ്ഞു, ഞാൻ തന്നെയാണ്. And Paul said, it is me. പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞു, പൗലോസല്ല, ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ. Paul said to the church of Corinth, a person who is in Christ. പൗലോസ് ക്രിസ്തുവിൽ മറഞ്ഞു നിന്നു. He was hidden in Christ. പ്രിയരെ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വയം മാറും, ക്രിസ്തു പ്രൊജക്റ്റ് ചെയ്യപ്പെടും. If the Holy Spirit dwells in your heart, then you are there. You are not there, but you will reveal the Christ. അതാണ് പൗലോസ് നമുക്ക് കാണിച്ചു തന്നത്. That is what Paul has shown us. പൗലോസും ദൈവവുമായിട്ടുള്ള ബന്ധം, The relationship with God and Paul. ഇന്ന് പകൽക്കാലം നമ്മളും ദൈവവുമായിട്ട് ഒരു മുറിയാത്ത ബന്ധം, പിരിയാത്ത ബന്ധം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. We also have to have a relationship like that, the God, and we have to have a strong relationship. നമ്മൾ പാട്ട് പാടും, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. We used to sing that I cannot separate until the end of my life. പക്ഷേ സാഹചര്യം വരുമ്പം, But when the circumstances comes, ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും. the relationship with God will break away. നമ്മൾ പാട്ട് പാടിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്നവരായി നാം മാറ്റപ്പെടണം. We have to sing at the same time. We have to keep that relationship until the last moment of our life. പൗലോസിന് അങ്ങനെ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസിനെ ഒന്നിനെയും വേർപെടുത്താൻ സാധിക്കാത്തത്. Paul had that strong relationship with God. That's why he could not move away from any of the sources. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുമോ എന്ന് ഒരാത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. Today we have to examine ourselves that if there is any sufferings comes, if you stand for God, will you be able to make that relationship? പ്രിയരേ, അന്ത്യകാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നമ്മുടെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട അവസരമുണ്ടാകുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. The words remind you that at the end of the age of this world, we have to be die for Christ. അവിടെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം സദാസമയവും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. If you want to stand in that position in that time, you have to have the strong relationship with God. ഇനി ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രം പോരാ. It's not only the relationship with God you need. നമ്മുടെ കർത്താവിന്റെ ദാസന് 2 കുഞ്ഞുങ്ങളുണ്ട്. Our pastor had 2 children. അവർ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളാണ്. They are blessed children. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കുഞ്ഞ് ഇംഗ്ലണ്ടിലുണ്ട്, One of them is in England, അടുത്ത കുഞ്ഞ് അമേരിക്കയിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. and another one went to America. ദേവദാസൻ തീരുമാനിക്കുകയാണ്, എന്നാൽ ഞാൻ ഇനി ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോവാണ്. And if the pastor decide that let me go to Africa to do the ministry, 3 പേരും 3 രാജ്യങ്ങളിലായി. the 3 of them were split in 3 countries to follow. എല്ലാ ദിവസങ്ങളിലും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ആഫ്രിക്കയ്ക്ക് ഫോൺ കോൾ ചെല്ലും. Every day he will get the phone calls from the America and from England. കാരണം മക്കളുടെ അപ്പനാണ്. Because he is the father of the children. അവരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. They always call him. അതേ സമയത്ത് തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു കോള് പോകും. At the same time a call will go from England to America. കാരണം അവർ സഹോദരങ്ങളാണ്. Because they are siblings. ദൈവവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ദൈവോഹിതന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവവുമായിട്ട് ബന്ധമുള്ള അഭിഷക്തന്മാരുമായി ബന്ധമുണ്ടായിരിക്കും. A child of God will have the relationship with the anointed pastors. അതിനെയാണ് ആത്മീക ബന്ധം എന്ന് പറയുന്നത്. That is what called spiritual relationship. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മീക ബന്ധത്തെ
കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. In this age, we have to make sure that to keep the spiritual relationships. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് മുന്നോട്ട് പോകുകയാണ്. We have so much to say about it, but we don't have much time. ആത്മാവിന്റെ രണ്ടാമത്തെ ജോലിയാണ് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആത്മിക വെളിപ്പാട്. The next task of the spirit is that the spiritual institution. ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ആത്മീക വെളിപ്പാടുണ്ടായിരിക്കും. A person who had the relationship with how he will have the revelation of God. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് വേണ്ടി 2 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ താൻ ഊന്നൽ നൽകുന്നത് ദൈവത്തിന്റെ സഭ ദൈവവുമായിട്ടുള്ള ആത്മീക ബന്ധത്തിൽ നിന്ന് വെളിപ്പാടുള്ളവരായിരിക്കണമെന്നാണ്. In the book of Ephesians, Paul prayed a prayer for them that the church has to have the revelation about God. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വെളിപ്പാടുണ്ടെങ്കിൽ If you have a revelation by the relationship with God, നിങ്ങൾ പ്രവാചകന്മാരെ വീട്ടിൽ വിളിച്ചു കയറ്റേണ്ട ആവശ്യം വരത്തില്ല. you don't need to invite the prophets in your house. കാരണം എന്താണെന്നറിയാമോ? Do you know the reason? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ യേശുക്രിസ്തുവാണ്. Jesus is the greatest prophets in the world. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്താണ് ഇരിക്കുന്നത്. And he dwells in your heart. ഈ വെളിപ്പാട് പ്രാപിച്ചിട്ട് വലിയ പ്രവാചകനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിക്കൊണ്ട് തല വെച്ചു കൊടുക്കുക. After you receive this great revelation in your heart, and then you are going and stand in front of the prophets. അതുകൊണ്ടാണ് നാം ആരാണെന്ന് തിരിച്ചറിയണമെന്ന് നാം പറയുന്നത്. That's why you have to recognize who you are. രണ്ടാമത്തെ പ്രവാചകൻ നിങ്ങളുടെ സഭയിലെ പാസ്റ്ററാണ്. The second prophet is your pastor in your local church. നിങ്ങളുടെ പാസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം 2 സ്തോത്രമെങ്കിലും ചെയ്യും. Your pastor will praise at least 2 times for you. രാവിലെ വൈകിട്ടും സ്തോത്രം ചെയ്യും. He will pray at least 2 times for you. ആടുകളുടെ കറക്റ്റ് കാര്യങ്ങൾ ഇടയനറിയാം. He knows all about you. ആടുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഇടയനറിയാൻ And he സാധിക്കും. knows what's happening in your life. കാരണം സഭയിലെ ദൈവദാസന് ദൈവം ആടുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. Because God will reveal everything about the sheep of the church. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? What is the problems today? അകത്തിരിക്കുന്ന വലിയ പ്രവാചകരെയും വേണ്ട, സഭയിലുള്ള ഇടയനാകുന്ന പ്രവാചകനെയും വേണ്ട. Nowadays people don't want the greatest prophet which dwells in their heart, and they don't need the prophet of the which is their local pastor. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു മുറി പറയും. If someone comes and says something about them, ഉടനെ നമ്മൾ വീട്ടിൽ വിളിച്ചു കയറ്റും. at the same time we will invite them to the house. അവസാനം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാകും. Then the husband and wife will have the clash each other. അപ്പനും മക്കളും തമ്മിൽ അടിയാകും. The parents and father will have the problem. ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നമാകും. The problems occurs in the workplace too. പ്രിയരെ, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിൽ സ്വപ്നങ്ങളിലൂടെ നിങ്ങളോട് ഇടപെടും. If God wants to talk something, he can deal that with even in the dreams. ദൈവം ദർശനങ്ങളിലൂടെ നിങ്ങളോട് ഇടപെടും. He can give the visions to you. ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടും. He can deal you with the words. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നിങ്ങളോട് ഇടപെടും. He can talk to you through the word which you ദൈവത്തിന്റെ listen. അഭിഷേകന്മാരിലൂടെ നിങ്ങളോട് ഇടപെടും. You will be able to listen that അതിന് through the പ്രത്യേകിച്ച് anointed വീട്ടിൽ pastors. വിളിച്ചു കയറ്റേണ്ട കാര്യമില്ല. So you don't need to invite certain people to your house. നിങ്ങളോട് ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ ദൈവം പോകത്തുള്ളൂ. If God wants to say something to you, and he will talk to you in any of the souls. ഇപ്പൊ പെന്തക്കോസ്ത് കോളത്തിൽ കാണപ്പെടുന്ന വലിയൊരു പോരായികയാണ്. A great problem which we can see in the believers' life. ഹൈന്ദവ സഹോദരന്മാരെ കണിയാന്മാരുടെ അടുത്ത് പോകുന്നത് പോലെയാണ് പെന്തക്കോസ്തുകാരെ പ്രവാചകന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്. The people, the believers used to invite the prophets to their house, same like how the Hindu people do. ഭാവി ഭൂത വർത്തമാനങ്ങൾ അറിയുവാൻ വേണ്ടിയുള്ള ആഗ്രഹം. They want to know the present and future. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ സമയം ചെലവാക്കുന്നില്ല. But they don't want to spend the time with the God. നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാരെ വിളിച്ചു കയറ്റുന്നു എങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നിങ്ങൾക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. If you invite people like that, then I will tell you one thing, that you don't have the relationship with ഒരു God. മകൻ അപ്പനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അപ്പനോട് ചോദിക്കും,
ചോദിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. You can ask anything to our Heavenly Father at any time. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അപ്പന് മക്കളോട് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കും. If the children have the relationship with the father, and they can ask anything to their father. നമ്മൾ തിരിച്ചറിയണം. We have to recognize it. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. I had two girls. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോട് പറയും. If they need anything, they will come to me. അവരുടെ അമ്മയോട് പോലും പറയത്തില്ല, നേരെ എൻ്റെ അടുത്ത് വന്ന് പറയും. Sometimes they don't even go to their mom, they come straight to me. വേറെ ഒരു മനുഷ്യനോട് പോലും പറയേണ്ട കാര്യമില്ല. And they don't need to say their needs to someone അവരുടെ else. അപ്പൻ ഞാനാണ്. Because I am the father of my അവരുടെ children. മക്കളായതുകൊണ്ട് ഞാനത് നിവർത്തിച്ചു കൊടുക്കും. They are my children, so that I will ഈ fulfill their ഒരു needs. റിലേഷൻഷിപ്പ് നിലനിന്നാൽ If you stay in that relationship, എന്റെ മക്കളുടെ ആവശ്യം അവര് പറയുന്നതിന് മുൻപേ ഞാൻ നിവർത്തിച്ചു കൊടുക്കും. I will fulfill their needs before they ask their needs. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരിക. You have to come back to the strong relationship with God. അപ്പൻ നിങ്ങളെ വിളിക്കുകയാണ് അതിനു The വേണ്ടി. Heavenly Father is calling you today. ആത്മീക വെളിപ്പാട്. The revelation of the Spirit. എറണാകുളത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. I will tell you an incident which occurs in Ernakulam. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന. It was a blessed worship. ഒരു ഗസ്റ്റ് പാസ്റ്റർ പ്രസംഗിക്കാനായിട്ട് വന്നു. A pastor came to preach. 8 വയസ്സുള്ള ഒരു കുട്ടി അവിടെ പ്രവാചകിയായി മാറി. A girl who had only 8 years, she became a prophet. ഗസ്റ്റ് പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. The guest pastor prepared to preach. 8 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞു, നിന്റെ പ്രസംഗം ഈ ദൈവസഭയിൽ വേണ്ട, ദൈവം നിന്നെ റിമാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. The 8-year-old girl said that we don't need your preach because God has remarked you. സഭയിലെ പാസ്റ്ററും ഗസ്റ്റ് പാസ്റ്ററും 8 വയസ്സുള്ള കുട്ടിയുമായി മുറിക്കകത്ത് കയറി. The guest pastor and the local pastor took the girl and then they went inside a room. സഭയിലെ പാസ്റ്റർ കൊച്ചിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? The pastor asked to that girl, why did you say that? കുഞ്ഞു ദൂത് പറയാൻ തുടങ്ങി. What is the thing the girl said? 16-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. I had called him when he was 16 years old. എന്റെ വിളി അവൻ സ്വീകരിച്ചു. And he accepted my call. 22 വയസ്സ് വരെ അവന് ബോധിച്ചതുപോലെ നടന്നു. But he lived until his 22 years in his own way. 22-ാമത്തെ വയസ്സിൽ ഞാൻ അവനെ റീമൈൻഡ് ചെയ്തു. And I remind him when he was 22 years old. അപ്പോൾ അവന്റെ കയ്യിൽ എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. And then he had an appointment with him. മറുഭാഗത്ത് അവന് ലോകമൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു. And then he got another appointment from the world. അധ്യാപകനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. It was an appointment as a teacher. അവൻ എന്റെ അപ്പോയിന്റ്മെന്റിനെ മാറ്റിവെച്ചു. And he avoided my appointment. ലോകത്തിന്റെ അപ്പോയിന്റ്മെന്റ് അവൻ സ്വീകരിച്ചു. And he received the appointment which he received from God. 58-ാമത്തെ വയസ്സിൽ അവൻ റിട്ടയർ ചെയ്തിട്ട് And when he retired എന്റെ അപ്പോയിന്റ്മെന്റിനെ സ്വീകരിക്കുവാൻ വന്നു. and then he came to receive my appointment. അതുകൊണ്ട് അവന്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട. Therefore I don't want his ministry. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വാദിക്കത്തില്ല. Today the Spirit of God will not ask you anymore. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. God has a purpose about us. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് ഈ ആലയത്തിലേക്ക് വന്നത്. God has called us and chosen us, that's why we are here. എന്തുകൊണ്ടും നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Because God has a purpose about ആ us. പദ്ധതിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. You have to return to his Heavenly ഈ Father. പട്ടണത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവന്നില്ലേ? God has brought you in this city. ഈ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരെ ഉണർവിന്റെ കാറ്റയച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വെളിച്ചം നൽകി നമ്മളെ നല്ല വെളിച്ചത്തിൽ അറിവ് സമ്പാദിച്ച് ഇപ്പോൾ അവർക്ക് അറിവ് കൊടുക്കാൻ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. And he has given everything to us, to the people who has given everything to us in the past. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എത്ര പേർക്ക് വെളിച്ചം കൊടുക്കാൻ നമുക്ക് സാധിച്ചു? After you came, how many did you manage to give the light to someone? നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. God has a purpose about individually. ആ പദ്ധതിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. And we have to return to his purpose. ആത്മീക വെളിപ്പാട്. That is the revelation of the Spirit. ഞാൻ എപ്പോഴും എൻ്റെ സഭയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. I used to say one thing to my church all the time. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I will not be ashamed to spread the gospel. നമ്മളെല്ലാവരും സുവിശേഷം പറയിക്കുന്നവരാണ്.
അറിയിക്കുന്നവരാണ്. We all spread the gospel. സുവിശേഷം അറിയിക്കുന്നതിന് ഒരു ലജ്ജയും ഉണ്ടാകരുത്. We should not be ashamed to spread the പക്ഷേ gospel. അതേസമയം ചങ്കത്തി വെച്ച് അടുത്തിയൊരു കാര്യം പറയാമോ? At the same time, we have to know one thing. ഞാൻ കാരണം സുവിശേഷം ലജ്ജിക്കപ്പെടത്തില്ല. The gospel should not be ashamed by you. ഞാൻ നാമം എന്ന ദൈവത്തിന്റെ നാമം മഹത്വപൂർണമായി തീരാതിരിക്കത്തില്ല, അവഹേളിക്കപ്പെടത്തില്ല. God's name should not be ashamed by you. ഞാൻ എന്റെ ജീവിതം കൊണ്ട് മറ്റൊരു വ്യക്തിയെ ദൈവത്തിലേക്ക് നടത്തും. You have to lead the people by your life. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. That is what God has chosen you. ഇത് നമ്മൾ തിരിച്ചറിയണം. You have to recognize it. ആത്മീക വെളിപ്പാടുള്ളവരായിരിക്കും. You have to have the revelation from the Spirit of God. ആത്മാവിന്റെ രണ്ടാമത്തെ ജോലിയാണത്. That is the second task of the Spirit. വളരെ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. മൂന്നാമത്തെ ജോലി The third task. കോൺഷ്യസ്, മനസാക്ഷി. Conscious. ഒരു മനുഷ്യന് മനസാക്ഷി പ്രാപിക്കുന്നത് ജലസ്നാനത്തിലൂടെയാണ്. A man who received the conscious through the baptism. 1 പത്രോസ് 3:21 പത്രോസ് അത് പറയുന്നുണ്ട്. The Peter said that in 1 Peter. ആ പെട്ടകത്തിൽ അല്പജലമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷി പ്രാപിക്കാൻ. Conscious. അത് ജലസ്നാനത്തിലാണ് കിട്ടുന്നത്. We will get the conscious through the baptism. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു നല്ല മനസാക്ഷി സ്നാനപ്പെട്ടപ്പോൾ കിട്ടി. We got the conscious when we were baptized. സ്നാനപ്പെട്ടപ്പോഴൊക്കെ എന്തോ ഉണർവായിരുന്നു. എല്ലാ മീറ്റിങ്ങിനും പോകും, എല്ലാ മീറ്റിങ്ങിലും കൃത്യസമയത്തെത്തും. ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം, എന്തോ ഒരു ആത്മിക ഉണർവ്, ദൈവത്തോട് ഭയങ്കര സ്നേഹം. When we baptize, that is the time we have strong relationship with God. We used to attend the prayer and we have so much commitments. അവിടെ നല്ലൊരു മനസാക്ഷി നമുക്ക് ലഭിച്ചു. That is the time you gave a good conscience to God. പൗലോസിനും അങ്ങനെ ഒരു നല്ല മനസാക്ഷി കിട്ടി. Paul also has received that kind of conscience in his എന്നാൽ life. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, But if we come back to the book of Acts, അവിടെ അഗ്രിപ്പ രാജാവിനോട് പൗലോസ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. and Paul made a preach to the king of Agrippa. അവിടെ പൗലോസ് പറയുകയാണ്, എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കേവലം നല്ല മനസാക്ഷി. And Paul is saying that I have the conscience to God and the people. അപ്പം നല്ല മനസാക്ഷിയിൽ നിന്ന് കേവലം നല്ല മനസാക്ഷിയിലേക്ക് താഴ്ത്തപ്പെട്ടു. And then he was degraded from the good conscience to the just namesake conscience. അതെന്തുകൊണ്ടാ പൗലോസേ കേവലം നല്ല മനസാക്ഷിയിലേക്ക് പോയത്? Why did he went to that the namesake conscience? എവിടെയോ എൻ്റെ അകത്തൊരു സ്വയം വെളിപ്പെട്ടു. It means that some way he had the possessiveness. സ്വയം വെളിപ്പെട്ടപ്പോൾ നല്ല മനസാക്ഷിയിൽ നിന്ന് കേവലം നല്ല മനസാക്ഷിയിലേക്ക് മാറി. When he has the selfishness and self thought, and then his conscience degraded to namesake conscience. പൗലോസിന് മനസ്സിലായി ഇനി ഞാൻ താണുപോയ പ്രശ്നമാണ്. The Paul knows that something wrong. പൗലോസിന്റെ മനസാക്ഷിയെ പൗലോസ് ഉണർത്തി. And he awakened his conscience. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലമായ മനസാക്ഷിയുണ്ട്. And Paul said to Timothy, I have the holy conscience in front of God. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കനായിട്ടാണ് നടക്കുന്നത്. We are leading the life as a pure life in front of God. പിന്നെയും പൗലോസ് പറയുന്നു, എനിക്കൊരു ശുദ്ധ മനസാക്ഷിയുണ്ട്. And Paul said, I have a pure consciousness. മനസാക്ഷിക്ക് എവിടെയെങ്കിലും താഴ്ചയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉയരാൻ നോക്കണം. If somewhere you have the problem with your consciousness, that you have to come back. അവിടെ നിന്നും താണു പോയാലുള്ള കുഴപ്പം എന്താണ്? What is the problem if you fail in there? മനസാക്ഷി മലിനമായി പോകും. It will be unclean. പിന്നെ മനസാക്ഷി വാദിക്കത്തില്ല. Then you will not have it. എന്ത് ചെയ്താലും മനസാക്ഷി പറയും ഇങ്ങനെയൊക്കെ ആകും. Whatever you do, your consciousness will say, oh, this is okay. ഞാൻ ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. After I came into this England, I went to a church to preach. ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസത്തിൽ ഒരു വീട്ടിലാണ് ചെന്നത്. It was the first section of the fasting prayer which I attended in a house. ആ വീട്ടിൽ ചെന്ന് കയറി ഉടനെ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, ഇവിടെ ആഹാരം കഴിക്കരുത്. As soon as I entered into that house, and then the Holy Spirit told me that you should not stay here. കൃപയാൽ അവിടെ നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. അവിടുത്തെ ദൈവദാസന്റെ വീട്ടിൽ പോയി താമസിച്ചു. God did not let me to stay
stayed there, and then I got the accommodation in at the pastor's house. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ മനുഷ്യന് തിരുവത്താഴം കൊടുക്കരുത്. The Holy Spirit told me that don't give the Lord's Supper to that person. ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞ അദ്ദേഹം മദ്യപാനിയാണ്. Later I knew that he was a drunkard. അവിടുത്തെ ദൈവദാസനോട് ചോദിച്ചു പറഞ്ഞു അദ്ദേഹം തികഞ്ഞ മദ്യപാനിയാണ്. And the pastor said that he is a drunkard. മനസാക്ഷി നിർജീവമായി പോയി. The consciousness became ashamed. മദ്യപിച്ചിട്ടും തിരുവത്താഴം എടുക്കാൻ മനസാക്ഷി കുറ്റം വിധിക്കാതെ നിർജീവമായി പോയ മനസാക്ഷി. And his consciousness became allowed him to take the Lord's Supper. അങ്ങനെയുള്ള മനസാക്ഷിയെ നോക്കിയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. This kind of people who had this kind of consciousness, they are equal to the animal. That is what written in the book of Psalms. അവന്റെ ജീവിതത്തിൽ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. Because the spirit, God's spirit is not working in that kind of people. മനസാക്ഷി മലിനമായി പോയാൽ, മനസാക്ഷി നിർജീവമായി പോയാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. If the consciousness became unclean, the God's spirit cannot work in within them. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി എങ്ങനെയുള്ളതാണ്? Today you have to recognize how is your conscience. മനസാക്ഷി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാം? How do you know that it's working or not? എൻ്റെ ചിന്തയിൽ ഒരു പാപം വന്നിട്ടുണ്ടെങ്കിൽ മനസാക്ഷി പറയും, മോനെ അത് പാപമാ, നീ ചിന്തിക്കരുത്. If there is a sin comes in your mind, and then your conscience will say that it is a sin, you should not do it. ഏതെങ്കിലും ഒരു പാപപ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ മനസാക്ഷി പറയും, മോനെ അത് പാപമാണ്, നീ അത് ചെയ്യാൻ പോകരുത്. Before you committed a sin, your conscience will say that it is a sin, you should not commit it. മനസാക്ഷി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവെന്താണെന്നറിയാമോ? മുൻപിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, മുന്നിൽ എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ മനസാക്ഷി മെല്ലെ അവിടുന്ന് റൂട്ട് തിരിച്ച് ആ അപകടത്തിൽ നമ്മളെ മാറ്റിവിടും. If the consciousness is working within you, and then if there is a danger waiting for you to come, and then the consciousness will divert your life. ആത്മാവിന്റെ 3 ജോലി. That is the third task of the spirit. നല്ല മനസാക്ഷിയും ശുദ്ധ മനസാക്ഷിയും നിർമ്മല മനസാക്ഷിയും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവനിലുണ്ട്. If a person who has good consciousness and pure consciousness and clean consciousness within him, then the Spirit of God dwells in his heart. ഇത് മൂന്നും അവനിലില്ലെങ്കിൽ അവനിൽ നിൽക്കുന്നത് ദുരാത്മാവാണ്. If he doesn't have these 3 kinds of consciousness within him, then he is leading by the devil spirit. ഈ 2 ഘടകങ്ങളാണ് ആത്മമനുഷ്യൻ എന്ന് പറയുന്നത്. These 2 factors are the spiritual man. ഇനി അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞത്? What Paul said about it? പരിശുദ്ധാത്മാവാകുന്ന നിക്ഷേപത്തെ നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. God has given the treasure of the Holy Spirit in our body. എൻ്റെ അകത്തുള്ള ആത്മമനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. God has given the Holy Spirit to protect our inner man. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. The Holy Spirit has the power. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ആത്മമനുഷ്യനെ സുരക്ഷിതനാക്കും. The power of Holy Spirit to make sure that to protect the inner man. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് മൺകൂടാരങ്ങളിൽ ഉള്ള ദൈവമക്കൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. Today I'm thank God that the people who had the Holy Spirit in them. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്ന് തെളിയണമെങ്കിൽ എന്തെല്ലാം സംഭവിക്കണം? What is the proof of that the Holy Spirit dwells in your heart? നമ്മൾ ഇതെല്ലാം ഒന്ന് തിരിച്ചറിയേണ്ടത് നല്ലതാണ്. We have to recognize it. ഞാൻ സാധാരണ ഞങ്ങളുടെ സഭയിൽ പറയാറുണ്ട്, കേവലം പെന്തക്കോസ്തുകാരനായിരിക്കരുത്. We should not just for a namesake of Pentecostal man. ആത്മപൂർണനായി ജീവിക്കണം. We have to filled with the Spirit. വചനം പറയുന്ന ആത്മപൂർണൻ ഭ്രാന്തനാണ്. But the word says that the person who filled with the Spirit is a mad. നിങ്ങൾക്കറിയാമോ, ദുർഭൂതം ബാധിച്ച ഒരുവൻ ശവക്കല്ലറയിലാ പോയി കിടന്നത്. A person who was possessed with the demon spirit stayed in the cemetery. അവൻ സുബോധമില്ലാതെ അവൻ പോയി പാർത്തു. Because he was not conscious. പക്ഷേ പരിശുദ്ധാത്മപൂർണനായി നിൽക്കുന്നവൻ
പരിശുദ്ധാത്മഭ്രാന്തനായി നടക്കുമ്പോൾ അവൻ ദേശങ്ങളിലൂടെ ചുമ്മാ സഞ്ചരിക്കും. When the person who was filled with the Spirit and he walk around the world, ആ ദേശങ്ങളിലുള്ള സകല പൈശാചിക ശക്തികളും ആത്മപൂർണനായി നടക്കുന്ന മനുഷ്യന്റെ കാൽ കീഴാക്കി മാറ്റപ്പെടും. all the devil spirit will come up to the feet of that person who was filled with the Spirit. ഇന്ന് പകൽക്കാലം നാം ആത്മപൂർണനായി ജീവിക്കണം. Today you have to live, you have to fill with the Spirit and lead the life according to it. നിങ്ങളിൽ ആത്മാവുണ്ടെങ്കിൽ എന്തെല്ലാം നിങ്ങളിൽ ഉണ്ടാകണം. What you will have if you have the Spirit of God in you. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ലൂക്കോസ് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. Luke said in the book of Acts that when the Holy Spirit will come, you will have the anointing. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ, നമ്മൾ ശക്തി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളൊന്ന് പഠിക്കാൻ പോവാ. We are going to learn that do we have the power of Holy Spirit. പരിശുദ്ധാത്മാവ് നിൽക്കുന്നുണ്ടെങ്കിലുള്ള ശക്തിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. I'm going to say the power of the Holy Spirit. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ശക്തി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇന്നിത് ഇവിടുന്ന് പ്രാപിക്കാതെ പോകരുത്. If you don't have this power, then you should not go back without receiving it. ഞാൻ ഈ ലൂക്കോസിനോട് ചോദിച്ചു, ലൂക്കോസ് എന്തുകൊണ്ടാണ് അങ്ങ് ഈ മുകളിൽ ആത്മാവ് വരുമെന്ന് എഴുതിയത്? I did ask to Luke that why did you write like that? ലൂക്കോസ് 2 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ എഴുതിയത്. Lucas wrote 2 books in the New Testament. അതിലൊന്ന് ലൂക്കോസിന്റെ സുവിശേഷവും ഒന്ന് അപ്പോസ്തല പ്രവൃത്തിയുമാണ്. The first one is the book of the Gospel of Luke and the second one is the ഈ ചരിത്രകാരനായ ലൂക്കോസ് പഴയ ചരിത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. The Luke research about the history. പുള്ളിയുടെ അന്വേഷണത്തിൽ പുള്ളി കണ്ടെത്തി ഹഗായി 2:5 ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ വസിച്ച ആത്മാവ്. And he found after his research that the Spirit of God dwells within the people of Israel. അപ്പോൾ ഒന്നാമതായിട്ട് നടുവിൽ വസിച്ച ആത്മാവ്. The first thing is that the Spirit which dwells in among the people. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ആത്മാവ്. In the book of Genesis we read that the Spirit moves over the water. രണ്ടാമത് നമ്മൾ പഠിക്കുന്നു ഇസ്രായേലിന്റെ നടുവിൽ വസിച്ച ആത്മാവ്. And the third one is that the Spirit of God dwells within the people. ഇസ്രായേലിന്റെ നടുവിൽ വസിച്ച ആത്മാവ് ചെയ്തത് എന്താണ്? What is the Spirit of God which dwells within among the Israel? മോശ ഇസ്രായേൽ ജനവുമായി ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. Moses took the people of Israel and then to see the place which God is going to show them. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും അവരെ പിന്തുടരുകയാണ്. That is the time the Holy Spirit was following them as a fire and the pillar of cloud. പരിശുദ്ധാത്മാവിന്റെ എബ്രായ നാമകരണം എന്നുള്ളത് റൂഹ എന്നാണ്. Ruha is the Hebrew name of the Holy Spirit. റൂഹ എന്ന വാക്കിന്റെ അർത്ഥം കാറ്റ് എന്നാണ്. Wind, the meaning of the Ruha is wind. ചെങ്കടലിന്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ മുൻപിൽ വെള്ളമാണ്, പോകാൻ പാതയില്ല. When they reach to the Red Sea, they will not be able to go there. പിന്നോട്ട് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും വരുന്നു. When they look back and they have seen the Pharaoh and his people. അവിടെ ഫറവോനെ ഇസ്രായേൽ ജനത്തിലേക്ക് അടുപ്പിക്കാതെ ഫറവോന്റെ അടുക്കൽ ഇരുട്ടും ഇസ്രായേൽ ജനത്തിന് വെളിച്ചവും. That is the time God spread the darkness over the Pharaoh and his people, and then the Israelites they have seen the light. ചെങ്കടലിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഇസ്രായേൽ ജനം വെള്ളം കണ്ട് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നു, അവരോട് മുന്നോട്ട് പോകാൻ പറ. When the people were afraid to see the Red Sea and the water, and then God said to Moses that tell them to go ahead. അവിടെ ഒരു അല്പം ചരിത്രത്തിലേക്ക് ഞാൻ കടന്നുപോയി. Let's go back to history. ഇസ്രായേൽ ജനം ചെങ്കടലിലേക്ക് ഇറങ്ങി. The Israelites started to step on the Red Sea. അവരുടെ കഴുത്തറ്റം വെള്ളത്തിലേക്ക് എത്തപ്പെട്ടു. They drowned up to the neck. അവരുടെ മുൻപിൽ വെള്ളം മാറുന്നില്ല. The sea is not moving from them. കഴുത്തറ്റം വെള്ളമായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ചെങ്കടലിന് നേരെ നീട്ടണം. When they drown up to the neck, and then God said to Moses that stretch out your staff to the sea. മോശയെ വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടി. Moses did what God said. പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഉടനെ ഒരു കിഴക്കൻ കാറ്റടിച്ചു.
In the book of Exodus, it is written that as soon as Moses did that, and then there was a wind came from the east. ഞാൻ ആ കിഴക്കൻ കാറ്റിനെ കുറിച്ച് ചരിത്ര പുസ്തകത്തിൽ ഒന്ന് പതറി. When I research about this wind which came from the east, ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാതയൊരുക്കുവാൻ ചെങ്കടലിലേക്ക് അടിച്ച കൊടുങ്കാറ്റിന്റെ സ്പീഡ് 2500 കിലോമീറ്റർ സ്പീഡ്. and I knew that the speed of that wind which came from the east was the 2000 kilometer speed. 2500 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന കാറ്റിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തിയെ ഇസ്രായേലിന്റെ മേൽ അയച്ചിട്ട് ദൈവം കൊടുങ്കാറ്റിനെ അയച്ചു. After that, God has sent a tempest there. ഇതിനെ കണ്ട പൗലോസ് ഇങ്ങനെ എഴുതി, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിടത്തില്ല. That's what the Paul said in the book, that God will not let you to suffer any more the test which you will not be able to do it, overcome it. ഇന്ന് പകൽക്കാലം നിന്റെ നേരെ ശത്രു അയക്കുന്ന പരീക്ഷയ്ക്ക് അപ്പുറമായി നിന്നെ നടത്തുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പകൽക്കാലം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. Today, Holy Spirit is going to give the power on you which you will be able to overcome all the sufferings. ഇതിനകത്ത് ദൈവശക്തി ശക്തിയോടെ വ്യാപരിക്കുകയാണ്. The Holy Spirit is moving around, and the power of Holy Spirit is moving around you. നിന്റെ മുമ്പിൽ തുറക്കാത്ത വഴിയെ തുറക്കുവാൻ ദൈവശക്തി ബലത്തോടെ വ്യാപരിക്കുന്നു. The power of Spirit is moving around you and to open the door which you will not be able to open by yourself. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമോ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി വഴി തുറക്കും. God is going to open the new door for you. ദൈവശക്തി വ്യാപരിക്കുന്നു. The power of Holy Spirit is moving around ഏൽപ്പിച്ചു you. കൊടുക്കുന്നവർക്ക് വേണ്ടി, Only for the people who give their life to God. വിധേയപ്പെടുത്തുന്നവർക്ക് വേണ്ടി If you give your life to God, ദൈവശക്തി വ്യാപരിക്കുകയാണ്. the power of Spirit is moving you. ഹല്ലേലൂയ. ഈ ശക്തിയെ കണ്ടിട്ട് പൗലോസ് എഴുതി, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. After God, the Paul has seen this power of Spirit, and he said, it is not me, it is the grace of God. പ്രിയരെ, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, if you know about the power of God, മനുഷ്യന് ഒതുക്കാൻ സാധിക്കാത്തതിനെ ഒതുക്കിയതാണ് ദൈവശക്തി. that power, none of the human being can bind it. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. I'll tell you one more thing and we'll go ahead. നോഹയപ്പൂപ്പൻ ഒരു പെട്ടകമുണ്ടാക്കി. Noah made an ark. മുഴുലോകത്തിലും പാപം നടന്നു. The whole world was filled with the sin. കൃപ പ്രാപിച്ച ഒറ്റയൊരുവൻ, അവന്റെ പേര് നോഹ. There was only one was received the grace from God, that his name is Noah. അവനിൽ പ്രാപിച്ച കൃപ അവന്റെ ഭാര്യയുടെ മേലും മക്കളുടെ മേലും പകർന്നു. The grace which Noah received, and it spread to his family. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നോഹ ലോകത്തിനു വേണ്ടി ഒരു പെട്ടകം പണിയുകയാണ്. Noah made an ark for the world. ആരെങ്കിലും പ്രസംഗം കേട്ടകത്ത് കയറണം. Whoever listen my preach and come inside the ark. പക്ഷേ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നോഹ തനിക്കും കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം പണിതു. In the book of Hebrew, it's written that Noah made an ark for himself and his family. ഇവിടെ നിന്ന് ഞാനൊരു ദൂത് പറയാം. I will tell you a message from കൃപയുടെ it. കാലം അടയാൻ പോകുകയാണ്. The grace age is going ഒരു to be ന്യായവിധി ലോകത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. There is a judgment will come out അതാണ് here. യേശുക്രിസ്തുവിന്റെ വരവ്. The second coming of Jesus ഈ is coming. കർത്താവിന്റെ വരവിൽ ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും എടുക്കപ്പെടാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ പകൽക്കാലം പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകാവുള്ളൂ. Today you should not go back to home unless you receive the power of Holy Spirit which can go to your family too. നോഹയുടെ കൃപ നോഹയുടെ ഭാര്യയുടെ മേലും മക്കളുടെ മേലും വ്യാപരിച്ചു. The grace of God which comes on Noah spread on his wife and his children. അവർ പെട്ടകത്തിന്റെ അകത്ത് കയറി. They entered into the ark. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് മഴ പെയ്യാൻ തുടങ്ങി. The door of the heavens opened and the rain started. ഭൂമിയുടെ ഉറവുകൾ തുറന്നു. The source of the water and വെള്ളം പൊങ്ങാൻ തുടങ്ങി. the water started to come up. പെട്ടകം പൊങ്ങി. The ark started to drop. ഏറ്റവും വലിയ അറാറാത്ത് പർവ്വതത്തെ മൂടിക്കൊണ്ട് പെട്ടകം അതിന്റെ മുകളിലേക്ക് പൊങ്ങി. It went up to the mountain. പിശാച് വന്ന് നോഹയോട് പറഞ്ഞു, മോനെ, ഇനി നിനക്ക് കര കാണാൻ പറ്റത്തില്ല. The devil came and said to Noah that you won't be able to see the land anymore. നിനക്കിനി ഉണങ്ങിയ നിലം കാണാൻ പറ്റത്തില്ല. You won't be able to see the dry land നിന്റെ anymore. പ്രതീക്ഷ ഇവിടെ കൊണ്ട് അസ്തമിച്ചു. All your hope is going to finish here. നീ പുറത്തു വരത്തില്ല. You will not be able to come out from this ark. നോഹയുടെ മനസ്സിനകത്ത് ദൈവമേ
അറാറാത്ത് പർവ്വതത്തിന്റെ മുകളിൽ കൂടെ ഞാൻ ഒഴുകാൻ തുടങ്ങുകയാണ്. And Noah was thinking that, oh, I'm flowing through the mountain of Ararat. ഈ പരീക്ഷയ്ക്കകത്ത് നിന്ന് എനിക്കൊരു വിടുതലില്ലേ എന്ന് നോഹ ദൈവത്തോട് ചോദിച്ചു. Noah asked to God that how can I get the deliverance from this? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, നോഹയെ ദൈവം ഓർത്തു. It is written in the book of Genesis that God remember Noah. നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who will remember you in your afflictions. നീ എത്രമാത്രം കഷ്ടതയിലൂടെ പോയാലും കഷ്ടതയുടെ മേഖലയിൽ നിൽക്കുമ്പോൾ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. When you are in the midst of the sufferings and the affliction, there is a God who will remember you. തലയിൽ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഈ പകലിൽ നിന്നെ ദൈവം ഓർക്കുകയാണ്. Today Holy Spirit is saying that he is remember you. നിന്നെ ദൈവം ഓർത്താലുള്ള ഗുണം എന്താണ്? What is the benefit of that God's remember you? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു. It is written in the book of Genesis. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒരു കാറ്റ് പുറപ്പെട്ടു. From the presence of God there is a wind അത് started. വെള്ളത്തിന് മീതെ അടിച്ചു. It moved on the surface of the water. ആകാശം അടഞ്ഞുപോയി. The heavens closed. ഭൂമിയിൽ നിന്നുള്ള ഉറവ നിന്നു. The source of water from the earth also എവിടെ closed. നിന്ന് ഉറവ പുറപ്പെട്ടോ അവിടേക്ക് വെള്ളം വലിയാൻ തുടങ്ങി. From where the water started to come out, the water went back to there. ഏറ്റവും താഴ്വാരത്തിൽ നിന്ന് നോഹയെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ദൈവം ഉറപ്പിച്ചു. The God placed in the top of the mountain. നിന്നെ ദൈവം ഓർത്താൽ, If God remember you, നിന്റെ മേൽ ഒരു ആത്മമണ്ഡലം ഇറങ്ങും. God will send them. ഈ പകൽക്കാലം ചിലരെ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. The Holy Spirit is telling you ഈ something to you. പകൽക്കാലം ദൈവം നിന്നെ ഓർക്കുമ്പോൾ If God remember you today, നിന്റെ മേൽ ആത്മമണ്ഡലം ഇറങ്ങും. the Holy Spirit will come on നിന്റെ you. മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. The Holy Spirit will come upon നിന്റെ you. താഴ്ചയിൽ നിന്ന് From your fall, നിന്നെ ഉയർന്ന നിലവാരത്തിൽ He can raise you up. പ്രഭുക്കന്മാരോട് കൂടെ The Holy Spirit will come on you. നിന്നെ കൊണ്ടിരുത്തുന്ന The Lord can place ഒരു you. ദൈവമുണ്ട്. There is a God. ചില വ്യക്തി ജീവിതങ്ങളുടെ തലയിൽ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് The പറയുകയാണ്. Holy Spirit is telling you to certain people in there. നീ എവിടെയോ താഴ്ചയിലായിരിക്കുന്നത്. You have some നിന്റെ problem. ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. You don't have any എന്റെ ദൈവമേ prosperity എനിക്ക് in ഒരു your life. ഉയർച്ചയില്ല എന്ന് നീ ചോദിക്കുന്നുണ്ട്. And you are asking to God, I don't have any promotion in my എന്റെ life. കുടുംബത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് And you are asking to God why things are നീ happening in my family പലപ്പോഴും like this. ചോദിച്ചിട്ടും മറുപടിയില്ലല്ലോ. And although you ask to God, you ഈ are not getting പകൽക്കാല any reply. പരിശുദ്ധാത്മാവ് നിനക്ക് ഉറപ്പ് നൽകുന്നു. Today God, the Holy Spirit is giving ഈ that പകലിൽ surety. ദൈവം നിന്നെ ഓർക്കുകയാണ്. Today the God remember you. നിന്നെ ഓർക്കേണ്ടിവർ ഓർക്കാതെ പോകുമ്പോൾ When the people who had to remember you, they did not do നിന്നോട് that. മനസ്സലിയവർ മനസ്സലിയാതെ പോകുമ്പോൾ They did not have any compassion on you. നിന്നെ ചേർത്ത് നിർത്തേണ്ടിവർ ചേർത്ത് നിർത്താതെ പോകുമ്പോൾ Your dear ones did not accept you. നിന്നെ ഉപേക്ഷിച്ചു പോകുമ്പോൾ When they leave you alone. നിന്നെ ഉപേക്ഷിക്കാതെ But the God did not leave you. ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. A God who comes and take you. Thank you, Jesus. ദൈവം നിങ്ങളെ ഓർക്കുകയാണ്. God remember you. ചിലർ പറയുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന്. Some people say that I'm alone. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. That is what the Holy Spirit tell me to എന്റെ tell you. കുടുംബത്തിന്റെ അകത്ത് ഞാൻ ഒറ്റപ്പെട്ടു In പോയി. my family I'm alone. എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു In my പോയി. individual life I'm എന്നെ alone. ആരും കാണുന്നില്ല. No one see me. യേശുവിങ്കിലേക്കൊന്ന് വന്നേ. They come to Jesus. അവൻ ദരിദ്രനായിട്ടാ ലോകത്തിലേക്ക് വന്നത്. He came as a poor person. അവന്റെ സഹോദരങ്ങൾ അവനെ അംഗീകരിച്ചില്ല And കേട്ടോ. his sibling did not accept him. 12-ാമത്തെ വയസ്സിൽ അവനുമായി ദേവാലയത്തിലേക്ക് പോയി. And he went to the church when he was 12 അവന്റെ years old. അപ്പനും അമ്മയും അവനെ മറന്നുപോയി. Even his parents forgot about him. 3 ദിവസം അവർ യാത്ര ചെയ്തു. After about 3.5 days they traveled അപ്പനും after him. അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ടു. And he was left alone by his അവൻ parents. സ്വന്തമായി ഇതിലേക്ക് വന്നു. And he came to his own. സ്വന്തമായവർ അവനെ And അംഗീകരിച്ചില്ല. they did not accept him. ലോകം അവനെ അംഗീകരിച്ചില്ല. The world did not receive him. 12 പേരെ അവൻ തിരഞ്ഞെടുത്തു. And he chosen 12 people. പക്ഷേ മരിക്കാനായിട്ട് പോകുമ്പോൾ But when he went to crucify, പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു. Peter denied him. അവന്റെ കൂട്ടത്തിൽ നിൽക്കാൻ ആരും ഉണ്ടായില്ല. Nobody was around
him. അവസാനം കാൽവറിയിലേക്ക് കയറി ചെന്നു. And when he went to the Calvary, മൂന്നാണികളിൽ മേൽ അവൻ and തറയ്ക്കപ്പെട്ടു. he was crucified on 3 അവൻ thorns, മുകളിലേക്ക് കണ്ണുകൾ നോക്കി. and he was looked എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിച്ചു. and he cried to Lord that God, why did you abandon എന്ന് me? പറഞ്ഞാൽ ദൈവം പോലും അവനെ കൈവിട്ടു. Even the Father also ആ left him. ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് പറയുകയാണ്, And that God is telling you, ഒറ്റപ്പെടലിന്റെ വേദന എനിക്കറിയാം മോനെ. I know the feeling of the loneliness. ഒറ്റപ്പെടലിന്റെ വേദന എനിക്കറിയാം I മോളെ. know the pain of loneliness. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. I will not leave you alone. ഞാൻ നിന്നെ കരത്തെ പിടിക്കും. I will protect you. നീ വെള്ളത്തിൽ കൂടി കിടക്കും. You will go through the water, വെള്ളം നിന്റെ മീതെ but കവിയത്തില്ല. the water will not drown നീ you. തീയിൽ കൂടി പോകും. You will go through the നീ fire, നിന്നെ ദഹിപ്പിക്കത്തില്ല. but the fire will not burn നിന്റെ you. എല്ലാ പാതയിലും On your way, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. I will be with you. പുഴുവായ യാക്കോബേ, Just നീ ഭയപ്പെടണ്ട. you don't need to afraid. നീ ഭയപ്പെടണ്ട. You don't need to be fear. നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. A God who will be close with you and sit with you. ഞാൻ ദൈവത്തോട് ചോദിച്ചു, I did ask you, God, ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് ഈ യാക്കോബിനോട് ഇങ്ങനെ പറഞ്ഞത്? why did you say that to Jacob like that? നീ വെള്ളത്തിൽ കൂടി കടന്നാൽ വെള്ളം നിന്നെ മുക്കത്തില്ലെന്ന്. If you go through the waters, water will not drown you. കർത്താവ് എന്നോട് രണ്ട് വാക്യം പറഞ്ഞു. God said 2 things to me. സമുദ്രത്തെ വെള്ളത്തെ തന്റെ ഉള്ളങ്കരത്തിൽ കൊള്ളിച്ചവന് God hold all the waters in the sea in his hands. മോനെ, ഈ ലോകത്തിലുള്ള സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളവും എന്റെ ഉള്ളങ്കരത്തിലാണ്. I can hold all the waters in the sea in my hands. ഞാൻ യാക്കോബിനോട് എന്താ പറഞ്ഞേ? What did I say to നിന്നെ Jacob? ഞാൻ എന്റെ ഉള്ളങ്കരത്തിലാണ് വെച്ചിരിക്കുന്നത്. I will keep you in my hand. യാക്കോബേ, സമുദ്രത്തിലെ വെള്ളം എന്റെ ഉള്ളങ്കരത്തിൽ കൊള്ളിച്ചിട്ട് അതിന്റെ നടുവിലാണ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. Jacob, I hold all the waters of the sea in my hand, and I made you to stand in the midst. നിനക്കെതിരെ തിരമാല ആഞ്ഞടിച്ചോട്ടെ. The waves will come against ഈ you, വെള്ളം എന്റെ ഉള്ളങ്കരത്തിലായതുകൊണ്ട് but the water is in my അത് hand. നിന്റെ മീതെ കവിയാൻ ഞാൻ അനുവദിക്കത്തില്ല. Therefore, it will not drown you. ഞാൻ അനുവദിക്കത്തില്ല. I will not let you to നിന്റെ drown. പരീക്ഷ നിന്നെ തലയ്ക്ക് മിതകേറാതെ പോക്കുവഴി നൽകുന്ന ഒരു ദൈവം ഇതിന്റെ അകത്ത് നിലനിൽപ്പുണ്ട്. Some tests will come on you, but it will not overtake you. ആ ദൈവം ഈ പകൽക്കാലം നിന്നെ ഓർക്കുകയാണ്. That God remembers you today. ദൈവത്തിന്റെ ബലം, The power of God, പരിശുദ്ധാത്മാവിന്റെ ബലം, the power of Holy Spirit. ഈ ബലമാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. That power dwells within your heart. ദൈവത്തിന്റെ ബലത്തെ ഒറ്റ വാക്യത്തിൽ കൂടെ ഞാൻ പറഞ്ഞു പോകാം. I'll tell you one more thing about the power of അവൻ God. ബലമില്ലാത്തവന് ബലം നൽകുന്നു. And He will give the strength to the people who are weak. പ്രിയരെ, ആദാമിൽ തുടങ്ങി ഇതുവരെ ഉള്ള തലമുറകൾക്ക് ബലഹീനന്മാർക്ക് ദൈവം ബലം നൽകിയിട്ടും ദൈവത്തിന്റെ ബലത്തിന്റെ അസ്തിത്വത്തിൽ ഒരു കുറവ് പോലും ഉണ്ടായിട്ടില്ല. Although God has given the strength to the whole people from Adam, but still He is strong. ഈ പകൽക്കാലം അങ്ങനെ ഒരു ബലം നിങ്ങളുടെ ആത്മമനുഷ്യനിലുണ്ടോ? Do you have that strength on your inner man? ഇല്ലെങ്കിൽ അത് പ്രാപിച്ചിട്ടേ ഇന്ന് ഇവിടുന്ന് പോകാവുള്ളൂ. Today you have to receive before you go. പരിശുദ്ധാത്മാവിന്റെ ബലം പ്രാപിക്കണം. The Holy Spirit, the power of Holy Spirit you should receive. രണ്ടാമതായിട്ട് The second thing, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഒരു പ്രത്യേക പർപ്പസിന് വന്നു. the Holy Spirit came upon a person for a special purpose. നമുക്കറിയാം മോശയെ കുറിച്ച് മിരിയാം അവൻ എന്ത് ഭവിക്കുമെന്ന് കാണാൻ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. Miriam was looking from far to see what is going to happen to Moses. അവൾ നോക്കിക്കൊണ്ടിരിക്കുക ഇവൻ എന്ത് സംഭവിക്കുമെന്ന്. And she was looking at to Moses what's going to happen. വീട്ടിനകത്ത് നോക്കിയിരുന്ന വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. And she was looking from house, and then she could not stay there anymore. ഇപ്പൊ നേരെ പോയിട്ട് നൈൽ നദിയിൽ ഇവൻ എന്താകുമെന്ന് കാണാൻ നോക്കി നിൽക്കുകയാണ്. And then she was standing next to the near to the river of നിന്റെ Nile. സ്വന്തക്കാർ പോലും നീ ആരാകുമെന്ന് കാണാൻ നോക്കി നിൽക്കുകയല്ലേ. Even your dear ones or relatives also looking at you to see what you are going to be. ഈ പകൽക്കാലം നിന്നെ അവരുടെ മുൻപിൽ ദൈവം ഒരു അത്ഭുതമാക്കാൻ പോകുകയാണ്. God is going to do a miracle on your in your life. മിരിയാം നോക്കി നിന്ന് ആര് എന്തായി തീരുമെന്ന് കാണണം. And she wants to see what's going to happen. നേരമാണ് ഫറവോന്റെ പുത്രി വന്നത്. Then the daughter of Pharaoh came there. പൊക്കിയെടുത്ത് ഫറവോന്റെ വീട്ടിൽ കൊണ്ടുപോയി. And she took the baby into the palace of Pharaoh. ഫറവോന്റെ പുത്രി പറഞ്ഞു, ഇനി നീ എന്റെ പേരിൽ അറിയപ്പെട്ടാ മതി. And then Pharaoh's daughter said that you have to be known by me. ദൈവത്തിന്റെ അഭിഷക്തൻ അവളുടെ പേരിൽ അറിയപ്പെടണമെന്ന് തീരുമാനിച്ചു. And God decided that he has to known by him.
ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ച് എന്താണോ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. There is a God who will direct you according to his purpose. അതിന് മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. The human being cannot do anything against it. ഫറവോന്റെ പുത്രി പറഞ്ഞു, നീ എന്റെ പേരിൽ അറിയപ്പെട്ടാ മതി. The daughter of Pharaoh said, you have to be known by me. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടായി മോശെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വിട്ടത്? I did ask to God that why did you send Moses into the palace of Pharaoh? എടാ കുഞ്ഞെ, ഫറവോന് ദൈവമായിട്ട് എനിക്ക് അവനെ അഭിഷേകം ചെയ്യാനുള്ളതാണ്. And God said, I wanted to anoint him in there. അതുകൊണ്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് ഫറവോൻ ആരാണെന്നറിയണം, ഫറവോന്റെ ദൈവം ആരാണെന്നറിയണം. So he had to know who is Pharaoh and who is the God of Pharaoh. അതുകൊണ്ട് ഞാനൊരു ട്രെയിനിങ് പീരീഡ് കൊടുത്തു. That's why I had decided to give a training period for him. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഫറവോന്റെ ദൈവത്തെക്കുറിച്ച് മോശ പഠിച്ചു. And Moses learned about the God of Pharaoh. ചരിത്രം പറയുന്നു, ഫറവോന്റെ ദൈവത്തെ ഫറവോന്റെ ശിരോവസ്ത്രത്തിൽ ആലിംഗനം ചെയ്തിട്ടുണ്ട്. And it is written ഫറവോന്റെ ദൈവത്തെ ഫറവോന്റെ ശിരോവസ്ത്രം ക്ലോത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് സർപ്പമാണ് ഫറവോന്റെ ദൈവം. Pharaoh's God was a serpent. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ഇരുന്ന് ഫറവോന്റെ ദൈവം സർപ്പമാണെന്ന് മനസ്സിലാക്കി. Moses knew that Pharaoh's God is a serpent while he was staying there. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, മോശ ഭയപ്പെട്ട ഫറവോന്റെ കൊട്ടാരം വിട്ടോടി. Moses was afraid and then he ran away from the palace of Pharaoh. ആരെ ഭയപ്പെട്ടു? To whom he ഫറവോനെയും ഫറവോന്റെ ദൈവത്തെയും ഭയപ്പെട്ടു. He was afraid of Pharaoh and his God. മരുഭൂമിയിലേക്ക് ചെന്നു. And he went to the wilderness. ഇത്രോ പറഞ്ഞു, മോനെ നീ എന്റെ പേരിൽ അറിയപ്പെട്ടാ മതി, എന്നെ മകളെയും കൂടെ കെട്ടിക്കോളാൻ പറഞ്ഞു. And Yitro said that you have to be known by me and then you can marry my daughter. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. But God appeared in his own time to Moses. മോശയോട് ദൈവം പറഞ്ഞു, God said to Moses, മോനെ നീ പേടിച്ച് ഭയപ്പെട്ടിട്ടല്ലേ ഓടി വന്നേ? You were afraid and then you run away from there to here. നീ ഫറവോന്റെ ദൈവത്തെ ഭയപ്പെട്ടല്ലേ ഓടി വന്നേ? You were afraid of the God of Pharaoh. ഇവിടെ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കാൻ പോകുകയാണ്. Today I am going to be placed you as a God of Pharaoh. ഫറവോന് മാത്രമല്ല, ഫറവോന്റെ ദൈവത്തിനും ഞാൻ നിന്നെ ദൈവമാക്കി വെക്കാൻ I പോകുകയാണ്. am going to be as a God for Pharaoh and for his people. മോനെ നീ ഇട്ടോണ്ട് വന്ന ചെരുപ്പ് ഒന്ന് മാറ്റി നിർത്തിക്കേ. But you have to take away your sandals which you brought നിന്റെ here. കരത്തിലിരിക്കുന്ന വടി നിലത്തിട്. The staff which you have, he said, put that down. മോശ വടി നിലത്തിട്ടു. Moses put that his staff down. എന്ത് സംഭവിച്ചു? What happened there? ഫറവോന്റെ വസ്ത്രത്തിലുള്ള ദൈവം മോശയുടെ കാൽക്കീഴായി മാറി. And God spread through the cloth of Pharaoh. ഇത് കണ്ട അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി വെച്ചു, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. It is written in the book of Acts that you will step on the lion and the serpent. രണ്ട് കാര്യം അവിടെ നടന്നേ. There are two things happened there. ഒന്ന്, മോശയ്ക്കോട് ദൈവം പറഞ്ഞു, ഫറവോന്റെ ദൈവത്തെ നിന്റെ കാൽക്കീഴാക്കി. God said to Moses that Pharaoh's God is under your feet. ഇവിടെ നിന്റെ ഭയത്തെയും ഞാൻ മാറ്റുകയാണ്. I move away your fears. ഭയവും മാറി. ഫറവോന്റെ ദൈവത്തെ കാൽക്കീഴാക്കിയ മോശ ഫറവോന് ദൈവമായിട്ട് മടങ്ങി വന്നു. And God made Moses as a God of Pharaoh, and then Moses' fears also moved away from him. ഇന്ന് പകൽക്കാലം വ്യക്തമായി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, Today the Holy Spirit is telling you clearly to certain people here. തീരുമെന്ന് കാണാൻ നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ നിന്നെ ദൈവമായിട്ട് മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഈ പകൽക്കാലം ഇതിനകത്ത് സംഭവിക്കുകയാണ്. Today some people God is talking to certain people that some people are looking at you that who you are going to be, and God is saying to you that you are going to be as a God in front of that people. മരുഭൂമി വെച്ച് പിശാച് എഴുതി മോശയുടെ വടി എപ്പം നിലത്തിട്ടാലും സർപ്പമാകുമെന്ന്. Moses' staff can be as a serpent if he put that down. മോശ പിശാച് എന്ന ഫറവോനോട് എന്നിട്ട് മോശ വരുന്നുണ്ട്, അതുകൊണ്ട് അവൻ ഒരു വടിയായിട്ട് വന്നേ, വടികളെ മൊത്തം കൂട്ടിക്കോ, അവനെ നമുക്ക് തകർക്കാം. And the devil said that മോശയുടെ വടി ആയിട്ട് ഒറ്റയ്ക്ക് വന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു 10-12 വടി ഉണ്ടായിരുന്നു. Moses brought that staff and came to the palace of Pharaoh to turn it as a serpent. മന്ത്രവാദി, ശകനവാദി, ആഭിചാരകന്മാർ, ക്ഷുദ്രക്കാർ എന്ന് വേണ്ട സകലമാനം ആൾക്കാരും
വടിയായിട്ട് തന്നു. There so many people came to the palace of Pharaoh with the different types of staffs of the devil spirit. മോശ വന്ന് വടി നിലത്തിട്ടു, അത് സർപ്പമായി. Moses put his staffs on the floor and it turned as a serpent. നേരെ ഇവരെല്ലാം വടി നിലത്തിട്ടു, അത് സർപ്പമായി. And all other people who were dwelling, who were possessed with the demon spirit അഭിഷേകത്തിന്റെ വടി സകല പിശാചിനെയും തകർത്തു കളഞ്ഞു. Moses' staff, which was the staff of the whole, the anointed staff that destroy all others. നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക ശക്തികളും തകരപ്പെടും. ദൈവശക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തപ്പെടുക. പിശാചിന്റെ ശക്തികളെ തകർത്ത് കളയുക. If you have the anointing of the Holy Spirit on you, this which can destroy all of the devil spirit tricks on your life. ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെട്ട് വന്ന ദൈവത്തിന്റെ ആത്മാവ്. It's a spirit which came upon a person's life. നിങ്ങൾ ചിന്തിച്ചോ, ശിംശോനുണ്ട്, ഏലിയാവുണ്ട്, എലീശയുണ്ട്, സകലമാനം ആൾക്കാരിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. The God spirit came upon to Samson, Elisha and Elijah. അവർ അമാനുഷികരായി തീർന്നു. They became an extraordinary people. നമ്മൾ തിരിച്ചറിയണം, We have to realize that. ദൈവശക്തി മുകളിൽ വന്നപ്പോൾ അമാനുഷികമായ ദൈവപ്രവർത്തികൾ When the ചെയ്തു. Holy Spirit came upon to them for a special purpose, they became an extraordinary people. ഇത് കണ്ടിട്ടാണ് ലൂക്കോസ് എഴുതി വെച്ചത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. That is the Luke had witness of it, and then he wrote in the book in the New Testament that the Holy Spirit will അപ്പോൾ come നിങ്ങൾ upon you. ശക്തി പ്രാപിക്കും. Then you will receive the power. പക്ഷേ അഭിഷേകമുള്ള ഒരുവൻ വന്നു, Another one who came with the anointing. അവൻ ഇങ്ങനെ എഴുതി വെച്ചു, He wrote like that. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? Don't you know that you are the temple of God and the Spirit of God dwells within you? സദാസമയവും പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ മേൽ എന്ത് ശക്തിയാണ് വ്യാപരിക്കേണ്ടത്? If the Holy Spirit dwells in your heart or within your body, how much power you will have it? അതുകൊണ്ടാണ് ദൈവശക്തിയെ പ്രാപിക്കണമെന്ന് പറയുന്നത്. That's why I'm saying that you have to receive the power of God. വളരെ വേഗത്തിൽ പോട്ടെ. രണ്ടാമത്തെ ജോലിയാണ് അന്യഭാഷ. The second task is the tongue. സിഹിയോൻ മാളിക മുറിയിൽ അന്യഭാഷ വെളിപ്പെട്ടു. The tongue has revealed to disciples. ഇന്ന് അന്യഭാഷ ചറപുറ എല്ലാരും പറയുന്നുണ്ട്. Nowadays everyone talks the tongue. പക്ഷേ പറയുന്ന ഭാഷ അവർക്കും അറിയത്തില്ല, ദൈവത്തിനും അറിയത്തില്ല. But they don't know what they are talking, and the God also don't know what they are talking. അടുത്തിരിക്കുന്ന ആള് പറയുന്നു, അതുകൊണ്ട് ഞാനും പറയാമെന്ന് വിചാരിക്കരുത്. And then the next person also that I am also saying. അന്യഭാഷയിൽ അതിപ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങൾ നടക്കണം. There are 4 things has to happen when you say the tongue. ഒന്ന്, ദൈവത്തോട് സംസാരിക്കണം. The first thing that you have to talk to God. 1 കൊരിന്ത്യർ 14 അധ്യായം 1 വാക്യം. 1 Corinthians 14:1. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കണം. If one who talks in tongue and he is talking to God. 2, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കണം. And the second thing that he is revealing the revelation in spirit. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, മർമ്മങ്ങളെ പ്രസ്താവിക്കണം. You have to reveal the revelation of God. മൂന്നാമതായിട്ടുള്ള പ്രശ്നം, The third thing, തനിക്ക് താൻ ആത്മീക വർധന വരുത്തണം. and he will improve his spirituality for himself. സെൽഫായിട്ട് ആത്മീക വർധന വരുത്തണം. He has to improve his spirit. ഇതൊരു ഗ്ലാസ് വെള്ളമാണ്, It's a glass of water. ഇതിന്റെ അകത്ത് വർധനവില്ല. It doesn't have the improvement. എന്ത് സംഭവിക്കും? What will happen? മലിനമായി പോകും, It will unclean. അളവ് കുറയും, It will reduce the measurement. ഉപയോഗശൂന്യമായി പോകും. It will be useless. 10 വർഷമായിട്ട് ഒരേ അളവിൽ നിൽക്കുകയാണ്. And it is remain as the same for 10 years. എവിടെയൊക്കെയോ മലിനതയായി പോയി, From somewhere you became unclean. എവിടെയൊക്കെയോ കുറവ് സംഭവിച്ചു, From somewhere it decreased. ഉപയോഗശൂന്യമായി പോയി. It became useless. പക്ഷേ ഇത് വർദ്ധിച്ചാൽ, But if it increase, ഇതിന്റെ അകത്ത് അഴുക്ക് നിൽക്കത്തില്ല, മാലിന്യം നിൽക്കത്തില്ല. all the dirt will not stay anymore there. വർദ്ധിച്ച് നിൽക്കും. When it improves and it will be raised up. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, If it start flowing, ഈ ഗ്ലാസ് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. the glass of water will overflow. ഓവർഫ്ലോ ആയി തീരും. When it will be overflowed. ഉള്ള കാലിപ്പാത്രങ്ങൾ മുഴുവൻ നിറയും. It can be filled with all the empty vessels. വീണ്ടും നിറയ്ക്കാനായിട്ട് പാത്രമില്ലെങ്കിൽ, If you don't have the vessels anymore to fill it, യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയ ആത്മനദിയായി മാറും. it will be as a big river to fill it. ആത്മീക വർദ്ധനവ്
You have to improve the spiritual growth. അന്യഭാഷയിൽ ഉണ്ടാകണമെന്ന്. It will be within the tongue. വർധനവ് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നട്ടപ്പളും പറിച്ചപ്പളും ഒരു കൊട്ട. If you don't have the spiritual growth, then you are still remain in the same position where you start. എനിക്കിതൊക്കെ മതി, ഇതും കൊണ്ട് എന്നെ കർത്താവ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകത്തില്ല. If you say that this is okay for me, then you will not be taken to God. പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ടെങ്കിൽ ഇത് സംഭവിച്ചിരിക്കണം. If the Holy Spirit is within you, then it should be happen. അടുത്തതായിട്ട് നാം പഠിക്കുമ്പോൾ The third thing, 14:14 പറയുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. if you pray in tongue, then you are praying in spirit. എന്താണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം? What is the benefit of praying in tongue? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപമായിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. The prayer from the saints, it will go as a fragrance. ഞാനിപ്പോ ഈ പ്രയർ ഗാർഡന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. If I'm praying for prayer garden, അത് ബുദ്ധി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ധൂപമായിട്ട് മുകളിലേക്ക് കയറും. when I pray from my wisdom, it goes as a fragrance. നമുക്ക് പോരാട്ടമുള്ളതിൽ ശക്തമായിട്ടുള്ള ഒരു കൂട്ടരുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയാണ്. We have the battle against the evil spirits. അവർ വന്ന് പ്രാർത്ഥനയെ തടയും. That spirits will prevent your prayer to reach there. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ബസ് സ്റ്റാൻഡിൽ വിളിച്ചു പറയുന്ന പോലെ ഉളുക്ക, ചതവ, വേദന, ഇല്ലാത്ത അസുഖം ഒന്നുമില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുകയില്ല. When you come into prayer, you have so many problems. ഇത് മനസ്സിലാക്കുന്നവർ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിക്കും. And then you will pray with strong. കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹം കൊണ്ട് വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കും. We have to pray for the pastor. ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് ചെന്ന് കയറും. It will go with more strong. എന്നേരം കുറച്ച് കുട്ടിഭൂതങ്ങളെ കൂടെ കൊണ്ട് വന്ന് ഇത് തടയും. And then the small devil spirits will prevent it. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2000 വോട്ട് സ്പീക്കറിന്റെ അടിയിലിരുന്ന് ഉറങ്ങും. People even can sleep under the loudspeaker. ഈ പ്രസംഗം നടക്കുമ്പോൾ ഉറങ്ങുന്നവർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. I thank God for the people who sleep when they listen the message. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയെ പിശാച് തടഞ്ഞുപോയി. Because the devil prevented your prayer. ഉറങ്ങാൻ സാധിക്കത്തില്ല, ഉറങ്ങാൻ പറ്റുകയാണ്. പിന്നെ If you can sleep, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. you cannot ഇത് pray. മനസ്സിലാക്കുന്നവർ ബുദ്ധിയെ അബലമാക്കും. It can make your wisdom be waste. ആത്മമനുഷ്യൻ ഉണരും. The spirit of God, the spiritual man will എന്റെ awake. പ്രാർത്ഥനാ വിഷയത്തെ ആത്മമനുഷ്യൻ പ്രാർത്ഥിക്കും. The spiritual man will take over your prayer. അവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. They will use by the tongue. അതൊരു ധൂപമായിട്ടല്ല മുകളിലേക്ക് കയറുന്നത്. It will not go as a fragrance. അതൊരു തീജ്വാലയായി മുകളിലേക്ക് It will കയറും. go as a fire to God. തീജ്വാലയ്ക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. There are two specialities for the fire. വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്ന തീജ്വാലയുടെ കാര്യമല്ല ഞാൻ I'm not പറയുന്നത്. talking about the fire which we used to cook. നമ്മളൊരു ഗ്യാസ് വെൽഡിംഗുകാരന്റെ അടുക്കലേക്ക് ചെല്ലണം. If we go to the gas, അവന് ഒരു തീ കൊണ്ട് ഒരു ഇരുമ്പിനെ കട്ട് ചെയ്യും, അതേ തീ കൊണ്ട് അതിനെ യോജിപ്പിക്കും. it can break the iron and it can join the iron. നീ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിലുള്ള പ്രാർത്ഥന തീജ്വാലയായി മുകളിലേക്ക് കയറും. When you pray in tongue, it goes as a fire to the heaven. അത് നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയ പൈശാചിക മണ്ഡലങ്ങളെ കീറി മുറിക്കും. The devil spirit can be broken away from you when you pray in അവിടെ tongue. നീയും ദൈവവുമായിട്ടൊരു ബന്ധം വെളിപ്പെടും. There will be the relationship will occur with you and നിന്റെ God. പ്രാർത്ഥനയുടെ മറുപടിയെ ദൈവം അവിടുന്ന് നൽകും. God will answer for your prayers from അതിനെ there now. തടസ്സപ്പെടുത്താൻ പിശാചിന് പറ്റത്തില്ല. The devil cannot do anything against it. നീയും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിക്കപ്പെടും. You will be able to make a relationship with God. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. You have to pray in tongue. പ്രാർത്ഥിക്കുന്നതിന് മറുപടി വെളിപ്പെട്ട് വരും. You will receive the answers from God then. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും സംഭവം ഉണ്ടാകണം. When you pray in tongue, you will have these kind of things. ഇനിയുള്ളതാണ് കൃപാവരങ്ങൾ. The gift of spirit. ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നെങ്കിലും തീർത്തില്ല. ഇപ്പൊ തന്നെ 5:45 തോന്നുന്നു. കൃപാവരങ്ങളെ കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പഠിക്കാം. We will be able to study about the gift of spirit in later time. അടുത്തത് ആത്മാവിലുള്ള ഫലങ്ങൾ And the spirit of fruits. ഇതെല്ലാം ഇതിന്റെ അകത്തൂടെ സംഭവിക്കും. All these things will happen within this. ഈ പരിശുദ്ധാത്മാവി മൺകൂടാരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. If the Holy Spirit dwells in your heart, and then he will protect our inner man. ഈ കൂടാരം അഴിഞ്ഞു പോകും. And this flesh, the body which made with the flesh will destroy. ഈ കൂടാരത്തിൽ നിൽക്കുന്ന ആത്മമനുഷ്യനായ നിക്ഷേപത്തെ, but this inner man which is the treasure of the spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന നിക്ഷേപം ഇതിന്റെ അകത്തു നിന്ന് ക്രിസ്തുവിന്റെ മുൻപിൽ കൊണ്ടു നിർത്തും. the Holy Spirit which is the treasure that will be remain. യേശു വരുമ്പോൾ,
when Jesus comes. ഇനി ആത്മമനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. If you learn about the spirit of the man of spirit, ആത്മമനുഷ്യന്റെ ഒന്നാമത്തെ ആഹാരമാണ് ഹോളി കമ്മ്യൂണിയൻ. the holy communion is the first food for the spiritual man. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. Jesus said, if you eat me, then he will live by me. എൻ്റെ ആത്മാവിനും എൻ്റെ മനസ്സിനും ജീവൻ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. If your mind and soul will have the alive, then you have to participate in this. ഇന്ന് പല തർക്കങ്ങൾ നടക്കുന്ന സമയമാണല്ലോ. There are some arguments about it. ചിലർ പറയുന്നു ഈ ബ്രെഡും വീഞ്ഞും യേശുവിന്റെ ഒറിജിനൽ ശരീരമാണ്, ഒറിജിനൽ രക്തമാണെന്ന് പറയുന്നു. Some people say that the bread and wine which we use it is the real blood and body of പക്ഷേ Jesus. വിശ്വാസത്താൽ നമ്മൾ ഇത് ഭക്ഷിക്കുകയാണ്. But we eat that by faith. എന്താണ് ഇതിന്റെ പ്രത്യേകത? What is the speciality of it? നിങ്ങൾ ഗുജറാത്തിലെ പോർബന്ദറിൽ ചെല്ലുകയാണെങ്കിൽ If you go to a place called Porbandar, a place in Gujarat, മഹാത്മാഗാന്ധി ഇരുന്ന കസേരയുണ്ട്. there is a chair where the Mahatma Gandhi was sitting. ആ കസേര തന്നെ തൊട്ടടുത്തുള്ള കടയ്ക്ക് മേടിക്കാൻ കിട്ടും. And you can buy that chair from the shop next to there. ഞാൻ ഈ പോർബന്ദറിൽ മഹാത്മാഗാന്ധി ഇരുന്ന കസേരയ്ക്ക് എന്നിട്ട് 1 കോടി രൂപ പറഞ്ഞാലും എനിക്ക് തരത്തില്ല. And even if I say that I can give one cost of rupees, but they will not give it to me. പക്ഷെ തൊട്ടപ്പുറത്തെ കടയിൽ അതിന് 1000 രൂപയേ ഉള്ളൂ. But in the next shop who wanted to sell it, and then it has only 1000 rupees. എന്താണ് രണ്ടും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്? But both are looking the similar. പക്ഷെ കസേരയുടെ ഗുണമല്ല, കസേരയിൽ ഇരുന്നവന്റെ മഹത്വം. But the glory, the power of the person who sit on that chair is the speciality. ഇത് റൊട്ടിയാണെങ്കിലും വീഞ്ഞാണെങ്കിലും നമ്മൾ യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവുമായി വിശ്വസിച്ച് ഭക്ഷിക്കുമ്പോൾ അതിന്റെ നിലവാരം മാറുകയാണ്. Even if it is just a bread and wine, but if we consider as it is the body of Christ and the blood of Christ, and then it will be valuable. ഇതെടുക്കുന്നതിനൊരു യോഗ്യതയുണ്ട്. There is a qualification for a person to take it. അപ്പോസ്തലനായ പൗലോസ് അത് വിളിച്ചു പറഞ്ഞു. Paul said about it. മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ച് വേർവിട്ട ജീവിതം ചെയ്യുന്നവൻ ഇതെടുക്കണം. The person who baptized and then accept Jesus as their Savior and Lord, who can take this. എല്ലാവർക്കും എടുക്കാനുള്ളതല്ല It ഇത്. cannot taken by anyone. ആത്മമനുഷ്യന്റെ ഒന്നാമത്തെ ഫുഡാണ് ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. The Holy Communion is the first food for a spiritual man. രണ്ടാമത്തെ ഫുഡാണ് പരിശുദ്ധാത്മാവ്. The second food for the spiritual man is the Holy അക്ഷരം Spirit. കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കും. When the word kills, the spirit will live. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുദ്രയായി നമ്മുടെ മേലുണ്ട്. Today we have a seal on us, that is the Holy Spirit. ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. I'll tell you one more thing before I close. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു മുദ്രയായി ഇറങ്ങി. The Holy Spirit sealed on Jesus. യേശു മരിച്ച യേശുവിനെ കൊണ്ട് അടക്കം ചെയ്തു. And people buried Jesus. റോമാ ഗവൺമെന്റ് ആ കല്ലറയെ മുദ്ര വെച്ചു. And the Roman government was sealed on the grave of Jesus. ഒരു രാജ്യത്തിന് മുദ്രയാക്കി വെച്ചു. And it was the seal of Roman government. അതിന്റെ മുൻപിൽ വലിയൊരു കല്ലും എടുത്തു വെച്ചു. And they rolled out a big stone at the entry of the grave. പക്ഷേ 30-ാമത്തെ വയസ്സിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാകുന്ന മുദ്ര, But the seal which came upon to Jesus, that's the Holy Spirit, when he was 30 years old. ലോകത്തിന്റെ മുദ്രയെ പൊട്ടിച്ചു കളഞ്ഞു. That seal broken the seal of the ഈ world. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ മുദ്ര വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം നിനക്കെതിരെ എഴുതി വെച്ച മുദ്ര വെച്ചതിനെ തകർക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ശക്തമായി വെളിപ്പെട്ട് നിൽപ്പുണ്ട്. If God has sealed on you all the seals which the world has placed on you, you can destroy. ഇന്ന് പകൽക്കാലം തകരപ്പെടാൻ പോകുകയാണ്. The seal of God can destroy ലോകം നിനക്കെതിരെ എഴുതി വെച്ച രേഖകൾ ആത്മാവ് തകർത്ത് കളയും. The Spirit of God can destroy all what the word said. നിനക്കെതിരെ വെച്ചിരിക്കുന്ന ചില മുദ്രകൾ ഇന്ന് പകൽക്കാലം തകർക്കപ്പെടും. The seal which the devil placed on you can destroy by the seal of God. കാരണം പിശാചിന്റെ പ്രവൃത്തി അഴിക്കാനാണ് ദൈവം വന്നത്. Jesus came into this earth to remove and destroy the work of devil. ഈ പകൽക്കാലം ഈ മൺകൂടാരത്തിലേക്ക് ഒന്ന് കൈവച്ച് Place your hands on your body. സ്വയമായിട്ട് പറഞ്ഞ് എൻ്റെ അകത്തിരിക്കുന്ന
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന മുദ്ര എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ഈ പകൽക്കാലം തകർക്കും. Tell yourselves that the seal of the Holy Spirit which dwells in me can destroy all the tricks of devil. അതല്ലേ പ്രവാചകൻ പറഞ്ഞത്? That is what the സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജയം നൽകും. That is what the prophet said, that because of the power of spirit can be ഇന്നൊരു overcome ജയത്തിന്റെ everything. ദിവസമാണ്. This is the day for ഈ you. ദൈവസഭയ്ക്ക് ഒരു ജയത്തിന്റെ ദിവസമാണ്. It is the day of the victory of the ദൈവസഭയുടെ church. മുഖച്ഛായ മാറാൻ പോകുകയാണ്. The figure of the church will change പരിശുദ്ധാത്മാവിനോട് today. അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. The Holy Spirit tells me to tell you ദൈവസഭയുടെ that. മുഖച്ഛായ മാറ്റുന്ന ഒരു അഭിഷേകമുണ്ട്. The figure of this church is going to be changed today. വ്യക്തികളുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു അഭിഷേകമുണ്ട്. The anointing is spreading each one of നിന്റെ you. നിലവാരത്തെ മാറ്റുന്ന ഒരു അഭിഷേകമുണ്ട്. There is an anointing of the Holy Spirit which നിന്റെ can change your life. സാഹചര്യത്തെ മാറ്റുന്ന ഒരു അഭിഷേകമുണ്ട്. This anointing can change your life. അഭിഷേകത്തിൽ ജീവിക്കുക. You have to live in the anointing. അങ്ങനെ അഭിഷേകത്തിൽ ജീവിക്കുമെങ്കിൽ If you live in the Holy Spirit anointing, കർത്താവ് താൻ ഗംഭീരനാദത്തോട് when Jesus comes here, പ്രധാന ദൂതന്റെ ശബ്ദത്തോട് when he comes with the ദൈവത്തിന്റെ angel, കാഹളത്തോടും കൂടെ when he comes with the trumpets, സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ when he comes down from heaven, മധ്യാകാശത്തിൽ അവനെ എതിരേൽക്കുവാൻ and you will be taken to receive. സമയമായി, It is the time for it. കാലമായി, It is the time for it. യേശു വരാൻ സമയമായി. It is the time for Jesus to come. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. You have to live in Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുക. You have to be filled with the power of Holy Spirit. ആത്മപൂർണ്ണരെ ചേർക്കുവാൻ He is coming to take the spiritual people. യേശു വെളിപ്പെടുകയാണ്. And Jesus is going to be revealed. വേഗത്തിൽ യേശു വെളിപ്പെടുകയാണ്. He is going to be revealed here soon. വേഗത്തിൽ യേശു He will വെളിപ്പെടുകയാണ്. come soon. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് Let's close our eyes. കർത്താവേ, Our dear God, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ നയിക്കണമേ. God spread the Holy Spirit anointing and power on us. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ നയിക്കണമേ. God, please place the power of Holy Spirit ചെങ്കടലിന് on me. മീതെ അടിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ ശക്തീകരിച്ച ദൈവശക്തി, The power of Holy Spirit which strengthened the Israelites. മോശയുടെ മേൽ പകർന്ന ദൈവശക്തി, The power of Holy Spirit എലീശയുടെ മേൽ പകർന്ന ദൈവശക്തി, the Holy Spirit which was on ഏലിയാവിന്റെ മേൽ പകർന്ന ദൈവശക്തി, the power of God which was on യേശുവിന്റെ മേൽ Elisha. പകർന്ന ദൈവശക്തി The power of Spirit on ഈ Samson. പകൽക്കാലം എന്റെ മേൽ നയിക്കണമേ. Please send that power on എന്റെ us. പ്രതിസന്ധികളെ മറികടക്കുവാൻ Please help us to ആ overcome all the problems. പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. Please help us to be strengthened by that Spirit. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ Can you pray for it? ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. That power of Holy Spirit can make you strong. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. That power can make you strong. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി The വിട്ടുകൊടുക്കും. Holy Spirit is coming on you. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി The വിട്ടുകൊടുക്കും. power of Holy Spirit is എല്ലാ moving on കണ്ണുകളും you. അടയട്ടെ. Let's close your eyes. എല്ലാ തരങ്ങളും തുറക്കപ്പെടട്ടെ. Let's close your eyes and pray. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ You don't have any hope. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ You're in the midst of the prison. പൗലോസും ശീലാസും കിടന്നു. Paul and Silas was in there. കരങ്ങൾ ചെങ്ങലയിലാണ്, And their hands and feet കാലുകൾ were in chain. ചെങ്ങലയിലാണ്. And their feet were in chain. അധരത്തെ തൊടാൻ പിശാചിന് പറ്റിയില്ല. And they could not, the devil could not touch on their lips. അർദ്ധരാത്രിയിൽ In the midnight, പൗലോസും ശീലാസും Paul and Silas, പ്രതീക്ഷകൾക്കപ്പുറമായി beyond the limitation of the hope, അധരങ്ങളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. they gave their mouth to the Holy Spirit. അധരങ്ങളിലൂടെ ദൈവശക്തി വ്യാപരിച്ചു. The power of Holy Spirit came through the lips. കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകാൻ തുടങ്ങി. The foundation of the prison changed. ചെങ്ങലകൾ അഴിയാൻ തുടങ്ങി. The chain started to loosen. ബന്ധനങ്ങൾ തകരാൻ തുടങ്ങി. The chain has to be broken. ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവശക്തി The power of Holy Spirit which ഈ has broken the prison. പകൽക്കാലത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. That power is coming upon നിന്റെ you. ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവശക്തി. That power which comes on your tongue. ഇനി നീ ബന്ധിക്കപ്പെട്ടവനല്ല. You are not going to be binded ഇനി നീ person. ബന്ധിക്കപ്പെട്ടവനല്ല. You will not be a ഇനി binded നീ person. ഒതുക്കപ്പെട്ടവനല്ല. You are not going to be നീ binded. സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാണ്. You are not going to be sent to sin anymore. പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്വാതന്ത്ര്യം. There is a freedom in Holy Spirit. ഈ പകൽക്കാലം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറും. The Holy Spirit is coming on you today. ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് Can you give your life to God for it? ഈ പകൽക്കാലം നാം ആയിരിക്കുന്നു എങ്കിൽ If you are going to do that, തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. the Holy Spirit will reveal on you. നമ്മുടെ നിലവാരങ്ങളെ മാറ്റും. Our life will be changed. ആ ദൈവകൃപയെ അനുഭവിക്കുവാൻ നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി I പ്രാർത്ഥിക്കുന്നു. pray for everyone to happen in your life. ഈ 3 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും
ദൈവസഭയോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. I thank to the pastor and family and this church who invite me to come here. മനോഹരമായിട്ടുള്ള താമസവും നല്ല ഫുഡും നല്ല ശുശ്രൂഷകളും നൽകി മാനിച്ച അഭിഷിക്തനെയും കുടുംബത്തെയും ദൈവസഭയെയും പരിശുദ്ധാത്മ പൂർണ്ണരായി ഈ ദേശത്തിന് മേൽ ശക്തിയോടെ ദൈവം നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I pray to God that to use this church and the pastor and the family in mighty with the power of Holy Spirit. ഇവിടെ നിന്ന് ഞാനൊരു വാഗ്ദത്തം, ഒരു ദൂത് നിങ്ങളോട് പറഞ്ഞിട്ട് പോകാം. I give a message, a prophecy to you. നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ വിസ്താരമാക്കുക. You have to be widen your boat, your life. നിന്റെ സന്തതി ശൂന്യതകളെ പണിയട്ടെ. Your generation has to build wherever the emptiness. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. Wherever you move, the God will be there. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. Yeah, you will be spreaded in the right and left. ഇത് ഒരു പകർച്ചയുടെ കാലഘട്ടമാണ്. It is the time of the it is the time that the spirit of God is moving. ഈ ദൈവസഭയ്ക്കകത്ത് നിന്ന് ചില പകർച്ചകൾ രാജ്യത്തിന് മേൽ സംഭവിക്കാൻ പോകുന്നു. ചില പ്രസ്ഥാനങ്ങൾ ഈ ദൈവസഭയിൽ നിന്ന് ഉണർത്തപ്പെടാൻ പോകുന്നു. This church is going to be produce ചില കുടുംബങ്ങൾ ഈ ദൈവസഭയിൽ നിന്ന് ഉണർത്തപ്പെടാൻ പോകുന്നു. Some of the families are going to be stand for God. ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തേക്ക് പടർന്ന് പന്തലിക്കാൻ പോകുന്നു. This church is going to be spread to different places. അനേക ശുശ്രൂഷകന്മാർ വിശ്വസ്തരായി കൂടെ നിൽക്കുവാൻ എഴുന്നേൽക്കാൻ പോകുന്നു. Some of the anointed ministers are going to be raised from this church. കുടുംബങ്ങളുടെ അകത്ത് വർധനവുണ്ടാകാൻ പോകുന്നു. God is going to give the prosperity within the families. കുടുംബങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കാൻ പോകുന്നു. The families are going to be going to the right and left. തലമുറകൾ ശൂന്യതകളെ പണിയാൻ പോകുന്നു. The generations are going to be filled the emptiness. പരിശുദ്ധാത്മാവ് ഈ ദൂത് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. The Holy Spirit is proclaiming this message. 2024 നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. You will be able to see that at the end of the 2024. അതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ തരുണത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray sincerely to God that to receive that in your life. ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൽഹിയിലേക്ക് വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാഹചര്യമുണ്ട്. കർത്താവിന്റെ ദാസന്റെ അടുത്ത് എൻ്റെ അഡ്രസ്സും ഡീറ്റെയിലും എല്ലാം ഉണ്ട്. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിക്തയോടുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.